മാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സോ, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. സോ നമ്മൾ എന്നും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് നമ്മുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകാരപ്രദമാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും പകർന്നു കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വെബിനാറുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ വിൻബിൾ എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ വെബിനാറുകളായും വർക്ക്ഷോപ്പുകളായും വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷൻസുകളായും ഒക്കെ നമ്മൾ നടത്തി വരുന്നു. സോ അത്തരത്തിൽ നമ്മുടെ ഈ ഒരു വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫബ്ബിംഗ് ആൻഡ് ലവ് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഫബ്ബിംഗ് ആൻഡ് ലവ്, ഹൗ ഫോൺ എഫക്ട്സ് അവർ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ഈ ഫോണിന്റെ യൂസിങ് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പല സ്ഥലങ്ങളിലും അവഗണിക്കപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് പലരിലും സാധാരണ പോലെ നമ്മൾ കാണാറുണ്ട്. ഇത് നോർമൽ എല്ലാ റിലേഷൻഷിപ്പിനെയും സാധാരണ പോലെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഒരു പാരന്റ് ചൈൽഡ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും എല്ലാവരുടെ ഇടയിലും ഈ ഒരു ഫോൺ യൂസ് ചെയ്ത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പോലും ഫോൺ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ഡയറക്റ്റ് സംസാരിക്കാൻ വരുന്ന ടൈമിൽ നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ടൈമില് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അത് എന്തുകൊണ്ടൊക്കെയാണെന്നുള്ള ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ തന്നെയാണ് മാം നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മാം ആണ്. മാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ വിൻബിളിൽ തന്നെ മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലർ ആണ്. വിൻബിളിൽ തന്നെ ഒരുപാട് വർക്ക്ഷോപ്പുകളും തെറാപ്പി സെഷൻസും മാം നടത്തി വരുന്നുണ്ട്. ഫോൺ അഡിക്ഷൻ, അതുപോലെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ്, MBCT, ACT തുടങ്ങി കപ്പിൾ തെറാപ്പി, ADHD തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷൻസ് മാം നടത്തി വരുന്നുണ്ട്. മാമിന്റെ തന്നെ ഫോൺ അഡിക്ഷൻ എന്നുള്ള ഒരു വർക്ക്ഷോപ്പിന്റെ സെക്കൻഡ് ബാച്ച് നവംബർ 25 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ഈ ഒരു സമയം മാറ്റി വെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ ഏറെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു റഹ്മത്ത്. താങ്ക് യു. ഓഡിബിൾ അല്ലേ? ഞാൻ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ റിലേറ്റഡ് ആയി കിടക്കുന്ന ഒരു വേർഡിൽ നിന്നാണ്. പലപ്പോഴും ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് എടുക്കുന്ന സമയത്തൊക്കെ പലരും പറയുന്ന ഒരു റീസൺ ആണ് ഈ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കപ്പിൾസ് ഒക്കെ വരുമ്പോൾ അത് കൂടുതലാണ്. അപ്പൊ കപ്പിൾസിൽ മാത്രമൊന്നുമല്ല ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്, പാരന്റിംഗ് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു ജോബിന് പോകുന്ന സമയത്ത് അവിടെയുള്ള റിലേഷൻഷിപ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ നമുക്ക് റിലേഷൻഷിപ്സ് വരുന്നത് ആ എല്ലാ മേഖലകളിലും ഈ ഒരു ഫോൺ യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം, അമിതമായിട്ടുള്ള ഉപയോഗം. ഫോൺ എല്ലാവർക്കും വേണം, നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തോളൂ. അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ റിലേഷൻഷിപ്പ് എടുത്തത് കൊണ്ട് മെയിൻ ആയിട്ടും നമ്മുടെ പാരന്റിങ്ങിന്റെ കാര്യം, കപ്പിൾ റിലേഷന്റെ കാര്യമായിരിക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇതില് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കര സൈക്കോളജിക്കൽ ടേം ഒന്നും പറയുന്നില്ല, എന്നാലും. ഇല്ല, എല്ലാവരും സൈക്കോളജി പഠിക്കുന്നവരും സൈക്കോളജി ഫീൽഡിലുള്ള ആളുകളാണ് അല്ലെ? ഓക്കെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കി ഇരിക്കുക. റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവർ മൈക്ക് ഓൺ ആക്കി റെസ്പോണ്ട് ചെയ്യാം. ഇനി അതിന് പറ്റാത്തവര് ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അതെന്താ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ ആയിട്ട് പോകും. ഓക്കെ. ഇപ്പൊ റഹ്മത്ത് പറഞ്ഞാൽ ഞാൻ സൈക്കോളജി മാത്രമല്ല ഞാൻ ടീച്ചറും കൂടിയാണ്. അപ്പൊ ഞാൻ ഈ ഒരു അഡോളസെന്റ് കൗൺസിലിംഗിന്റെ ഈ ഒരു ഏരിയയൊക്കെ ഫോക്കസ് ചെയ്യുന്നതും നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പിന്നീട് സൈക്കോളജിയിലോട്ട് തിരിഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് രണ്ട് ഏരിയാസ് ആണ്. ഒന്ന് റിലേഷൻഷിപ്പിൽ വരുന്നതും രണ്ട് പാരന്റിംഗിൽ വരുന്നതും. ആ രണ്ട് ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സെക്ഷൻ ഫബ്ബിങ് ആൻഡ് ലവ്, അതായത് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴേക്കും ഈ ഒരു ഫബ്ബിങ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഫബ്ബിങ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫെമിലിയർ ആണോ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്? എത്ര പേര് അല്ല ma'am. കേട്ടിട്ടുണ്ട് ഈ വേർഡ്? ഇല്ല. കേട്ടിട്ടില്ല. കേട്ടവരുണ്ടോ? ഇല്ല. കേട്ടവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. ഓക്കെ. അപ്പൊ ഫബ്ബിങ് എന്നുള്ള ഒരു വാക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫബ്ബിങ്. അതായത് ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവര് വളരെ കാര്യമായിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്, പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഫോണിൽ എൻഗേജ്ഡ് ആണ്. അതൊരു ബിഹേവിയർ പാറ്റേൺ ആയിട്ട് മാറി. ഇടയ്ക്കൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം, പക്ഷെ അതൊരു നമ്മൾ ബിഹേവിയറിന്റെ ഭാഗം. ആര് പറഞ്ഞാലും നമ്മൾ ആളുകളെ ഇഗ്നോർ ചെയ്യാണ്. ഈവൻ ഇന്റിമേറ്റ് സെഷൻസിൽ നമ്മൾ ഈവൻ ബെഡ്റൂമിലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലായിക്കോട്ടെ, ഓഫീസ് സ്പേസിലായിക്കോട്ടെ, നമ്മൾ ദ ആക്ട് ഓഫ് ഇഗ്നോറിങ് സമ്മൺ ഇൻ എ സോഷ്യൽ സെറ്റിംഗ്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോക്കസ് ആയിട്ട് മറ്റുള്ള ആളുകളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഫബ്ബിങ്. സ്നബിങ് എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫോൺ പ്ലസ് സ്നബിങ് ആണ് ഫബ്ബിങ് എന്നുള്ള ഒരു പുതിയൊരു ടേം ആയിട്ട് വരാൻ തന്നെ കാരണം. ഈവൻ നമ്മുടെ ലാംഗ്വേജിൽ ഇത് ഒരുപാട് കാലമായിട്ട് വരുന്ന ടേം അല്ല. ഇത് വന്നത് തന്നെ ഈ ഒരു ഫോൺ അഡിക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആളുകളെ മറന്നു തുടങ്ങി. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ പറ്റി ആലോചിക്കുന്നില്ല, അവരെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. അത് എന്തുണ്ടാക്കുന്നു? നമ്മുടെ ഇമോഷണൽ ബിഹേവിയറിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കുറെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ, കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടേം ഇന്ന് വളരെ പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്. അപ്പൊ ദ ആക്ട് ഓഫ് ഇഗ്നോറിങ് സമ്മൺ ഇൻ അവർ സോഷ്യൽ സെറ്റിംഗ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് സെറ്റിംഗ്, അതിനെയാണ് നമ്മൾ പറയാം. വെറുതെ ഇഗ്നോർ ചെയ്യല്ല, ബൈ ഫോക്കസിങ് ഓൺ എ ഒരു സ്മാർട്ട് ഫോണിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് ഫബ്ബിങ് എന്ന് പറയുന്നത്. കുറച്ച് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്, പേരൊക്കെ പരിചയമില്ലാത്ത ആളുകളെയും കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാത്ത ആരും ഇല്ലല്ലോ ഇവിടെ വന്നിട്ടില്ല. ഇപ്പൊ ഒരു 20 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ 20 പാർട്ടിസിപ്പൻസും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അത് നമ്മൾ പല രീതിയിൽ, സ്പെല്ലിംഗ് ഇത് തന്നെയാണ്, PHUBBING, ഫബ്ബിങ്. എനിക്ക് സ്ക്രീൻ കാണുന്നില്ലേ? യെസ് മാം, കാണാം. ഓക്കെ. ഇതാണ് കേട്ടോ ഫബ്ബിങ്ങിന് സ്പെല്ലിംഗ്, PH സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഒന്ന്, നമുക്ക് മറ്റുള്ള ആൾക്കാരെ വിളിക്കാനും നമ്മുടെ എമർജൻസി ആവശ്യങ്ങൾക്കും കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു കൂടുതൽ കാര്യങ്ങളും വർക്ക് റിലേറ്റഡ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? കുറച്ചു നേരം ഒരു ഫ്രീ ടൈമിൽ ഒരു മൂവി കാണാനായിട്ടാവാം, പാട്ട് കേൾക്കാനായിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വീഡിയോസ് കണ്ടിരിക്കാനാവാം, എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ബൗണ്ടറി ഇല്ല. ഇതിനൊരു ബൗണ്ടറി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ ആളുകളായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക, ഒരു ടുഗദർനെസ്സും ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എന്തില്ല, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വരുന്നില്ല. ആ ഒരു പ്രശ്നമാണ് ഏറ്റവും ഫസ്റ്റ് നടക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ള ആളുകളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അത് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വൈഫും ഹസ്ബൻഡും ആണെന്നുണ്ടെങ്കിലും ആള് ജോബൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓക്കെ കുറച്ച് ഫ്രീ ടൈം വേണം, ഇത്രയും നേരം വർക്കിന്റെ സ്ട്രെസ് ആണ്, ഞാൻ ഫോൺ നോക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുവാണ്. ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് വൈഫിന് എന്ത് ഫീൽ ചെയ്യും? ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. വൈഫ് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ വന്ന് പറഞ്ഞാവും, ആള് ഈ ഒരു ഇതല്ലാതെ ഒന്നും പ്രോപ്പർ കേട്ടിട്ടും ഉണ്ടാവില്ല, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല. ഇപ്പൊ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, വൈഫ് ദേഷ്യപ്പെടും. നേരെ തിരിച്ചു ആവാം, വൈഫ് ഫോൺ നോക്കിയിരിക്കുന്ന വൈഫ് ഉണ്ട്, ഹസ്ബൻഡ് വന്നിട്ട് എന്തെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്കിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഫോൺ നോക്കി വീഡിയോ നോക്കിയിരിക്കുന്ന ഭാര്യമാരുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും വൈഫ് ചെയ്താലും ഹസ്ബൻഡ് ചെയ്താലും
അവിടെ എന്ത് വരും? റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫാക്ഷൻ കുറയും എന്നുള്ളതാണ്. അവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റും കൂടും. നമ്മൾ അവിടെ ഇൻവിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. അതായത് ഇപ്പുറത്ത് ഒരാൾ ഉണ്ട് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ റിജക്റ്റഡ് ആയ പോലത്തെ ഒരു ഫീലാണ്. നിങ്ങൾ തന്നെ വന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരാളോട് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഫോണിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്താ ഫീൽ ചെയ്യാ? നമ്മളെ ഇൻസൾട്ട് ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മളെ റിജക്ട് ചെയ്ത പോലെ. നമ്മളൊരു വ്യക്തി അവിടെ ഇല്ല, നമ്മളെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തത് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഉറപ്പായിട്ടും ആ വ്യക്തിയായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷൻ കുറയാണ്, ഇന്റിമസി കുറയാണ്. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യും. അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പതിയെ പതിയെ അത് ആദ്യമൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും, പക്ഷെ കൂടി കൂടി വരുമ്പോഴേക്കും അത് എന്തിലോട്ട് ചെല്ലും? കോൺഫ്ലിക്റ്റിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുന്നില്ലല്ലോ അല്ലെ? കുഴപ്പമില്ല. ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം ഇത് ഫോൺ ഒരു പരിധി വിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷനെ ബാധിക്കുമെന്നും നമ്മുടെ ഹെൽത്തിന് മോശമാണെന്നും ഇതെല്ലാം നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ വീണ്ടും ഫോൺ യൂസ് ചെയ്യണേ? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ? നമ്മളെല്ലാവരും അറിവുള്ള ആൾക്കാരാണ്, നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഫോണിന്റെ നെഗറ്റീവ് വശങ്ങൾ. എന്നിട്ടും നമ്മുടെ ഫോണ് ഒരു പരിധിയിൽ കൂടുതൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? എന്റർടൈൻമെന്റിനായിരിക്കും. ഹാപ്പി ഹോർമോൺസ് എന്റർടൈൻമെന്റ് ആയിരിക്കും, ഹാപ്പി ഹോർമോൺ ആയിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അഡിക്ഷൻ ആയി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഓക്കെ, ശരി. പഠിക്കേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കില്ലേ മിസ്സേ? പഠിക്കാൻ പലതും സെർച്ച് ചെയ്യാൻ, ഇപ്പോ അസൈൻമെന്റ് അങ്ങനെയൊക്കെ എഴുതാനൊക്കെ ആയിട്ട് ഓക്കെ. കൂടുതൽ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ പല പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ. അതിൽ നമുക്ക് ഇവിടെ ചാറ്റിലും എന്തോ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന് ബ്രെയിൻ മെക്കാനിസം ആണ്. ഇവിടെ എൻട്രി ഇടാൻ വിട്ടുപോയതാണ്. ഇവിടുത്തെ ഒരു നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് ബ്രെയിൻ മെക്കാനിസംസ് ഒരു ഫാക്ടറാണ്. നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ ആക്റ്റീവ് ആവും, ഒന്ന് അലേർട്ട് ആവും, അതിലെന്തോ ഉണ്ട്, എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ അല്ലെ? ഒരു കോമഡി വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ നമുക്കൊരാളുടെ മെസ്സേജ് വന്നു, അതിന് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഡോപ്പമിൻ ആക്റ്റീവ് ആവും. ഡോപ്പമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് കാമാക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഡോപ്പമിൻ. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ റിലാക്സേഷൻ ആവാന്ന് പറയില്ലേ, ആ ഒരു റിലാക്സേഷൻ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഈ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ അഡോളസൻസിലൊക്കെ ഭയങ്കര കൂടുതലായി കാണുന്ന ഒരു കണ്ടീഷനാണ് ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത്. എന്താ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്? ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ വിട്ടുപോകും. അതായത് നിരന്തരം ഫോൺ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പുകൾ ചെക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ട്രെൻഡ് അറിയാതെ പോവോ, ഞാൻ ഇൻഫർമേഷൻ അറിയാതെ പോവോ, ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യോ എന്നുള്ള ഒരു പേടി. അത് കൂടുതലും അഡൾട്ട്സിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ നമ്മൾ ഈ അഡോളസൻസിലാണ് ഇതൊന്ന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പേടിയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഫോൺ ചെയ്യും. ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയോ, ഞാൻ എന്തെങ്കിലും മറന്നുപോയോ, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഈ ഒരു ഫിയർ. ദെൻ റിവാർഡ് റെയിൻഫോഴ്സ്മെന്റ്, ഈ പറഞ്ഞ പോലെ നമുക്കൊരു റിഗാർഡിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് അല്ലെ? നമ്മൾ കുറച്ചു നേരം ഒരു വീഡിയോ കാണുമ്പോൾ അതിങ്ങനെ നമുക്ക് ഒരു റിവാർഡ് തരികയും നമ്മുടെ ഒരു മൈൻഡ് ആക്റ്റീവ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ വരും. പിന്നെ ഒന്നുണ്ട് ഹാബിറ്റ് ഫോർമേഷൻ ആണ്. ഇപ്പൊ ഡെയിലി കമ്പനിയിൽ നിന്ന് വന്നുകൊണ്ട് ഫോൺ നോക്കി ചായ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാതെ പറ്റില്ല. നിങ്ങൾ വീണ്ടും ചായ എടുക്കുന്നതിന്റെ ഒപ്പം ഫോണും എടുത്തിട്ട് വരും. അതൊരു ശീലമായിട്ട് മാറും, നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ ആയിട്ട് മാറും അല്ല, ഒരു റൊട്ടീനായിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ഹാബിറ്റ് ആയിട്ട് അത് മാറുകയാണ്. അത് ബ്രെയിൻ നമ്മളെ അങ്ങനെ ചെയ്യും. നമ്മളൊരു കാര്യം റിപ്പീറ്റഡ് ചെയ്താൽ നമ്മുടെ ഹാബിറ്റ് ആവുമല്ലോ, അങ്ങനെയാണ് അത് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളാണ്. അത് സോഷ്യൽ വാലിഡേഷൻ ആണ്. ഞാൻ ഇതൊന്നും അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് അതിനെ പറ്റി എന്താ വിചാരിക്കുക? ആ ഒരു സോഷ്യൽ വാലിഡേഷന് പുറകെ പോകുന്നതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയാ, എഫ് ബി ഇല്ലേ, ഇത്രയും കാലമായിട്ട് എഫ് ബി എടുത്തില്ലേ, ഇത്രയും കാലമായിട്ട് ഇൻസ്റ്റ എടുത്തില്ലേ, അല്ല ആക്റ്റീവ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മാത്രം ഔട്ട്ഡേറ്റഡ് ആയി പോയോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ട്
ആ ഒരു ചിന്ത വരുന്നുണ്ട്. പിന്നെ അഡോളസൻസിൽ ഇത് കുറച്ചുകൂടി ഹൈ ആയിരിക്കും. കാരണം അവരുടെ പ്രായത്തിലെ എല്ലാ കുട്ടികളും ആ ഒരു കാര്യമാണ് നോക്കുന്നത്. ഇപ്പൊ ഫോളോവേഴ്സിന്റെ എണ്ണമൊക്കെ അവർ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. എന്നോടൊക്കെ എന്റെ സ്റ്റുഡൻസ് ടീച്ചർക്ക് എത്ര ഫോളോവർ ഉണ്ട്, ടീച്ചർക്ക് എത്ര ഇതുണ്ട്, എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമന്റ് ഉണ്ട്, മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഭയങ്കര കൂടുതലാണ്. അല്ലെ, നമ്മുടെ ഒരു ഫോട്ടോ ഇട്ടു, ഒരാളെ ലൈക്ക് ചെയ്തു, ഒരു കമന്റ് ഇട്ടു എന്ന് കാണുമ്പോൾ അവര് വാലിഡേറ്റ് ചെയ്തല്ലോ, നന്നായിട്ടുണ്ട്, നമുക്ക് തന്നെ ഒരു ഫീല്. ആ ഒരു സംഭവത്തിന്റെ പുറകെ നമ്മൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ദെൻ പറഞ്ഞില്ലേ, നമ്മൾ ഇമോഷണലി നമ്പായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവോയ്ഡൻസ് ഫീൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആവും. അല്ലെ, നമുക്ക് ഒരു ഈ നേരത്തെ പറഞ്ഞ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് പോകും. ഒരു ഡിജിറ്റൽ അറ്റാച്ച്മെന്റ് നമുക്ക് വരും. അപ്പൊ ബ്രെയിൻ ഫാക്ടേഴ്സ് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ പോലെയുള്ള ഡോപ്പമിൻ ആക്റ്റീവ് ആവുന്നത്, ഹാബിറ്റ് ഫോം ചെയ്യുന്നത് ഒരു കാരണമാവാം. അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ റീസൺസ് കൊണ്ട് നമ്മളൊരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതാവാം. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നതിന് വേറെയും കാരണങ്ങളല്ല. ഒന്ന്, പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് അറിയില്ല അതിൽ എത്ര പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും പുതിയൊരു ഫീച്ചറാണ് വേസ്റ്റ് അൽഗോരിതം, പറഞ്ഞാൽ ഏറ്റവും മോശം അൽഗോരിതമാണ് ഇൻസ്റ്റഗ്രാമിന്റെ. അറിയാതെ ഒരു സാധനം ലൈക്ക് ചെയ്ത് പോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ വീഡിയോയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആ റിലേറ്റഡ് കണ്ടന്റ് വരുള്ളൂ. അപ്പൊ നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ലേ നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ വീണ്ടും വീണ്ടും അത് കാണും എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ അവിടെ തന്നെ നിൽക്കും. അത് നിങ്ങളുടെ പുറത്തേക്ക് വരില്ല. നിങ്ങളൊരു കോമഡി വീഡിയോ കണ്ടു, ലൈക്ക് ചെയ്തു, അതൊരാൾക്ക് ഷെയർ ചെയ്ത് കൂടി കഴിഞ്ഞാല് പിന്നെ കുറെ കോമഡി വീഡിയോസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒരെണ്ണം കൂടി കാണാം, ഒരെണ്ണം കൂടി കാണാം. കാരണം നിങ്ങൾക്ക് കാം എഫക്ട് വരുന്നുണ്ടല്ലോ, വീണ്ടും 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 കാണാം. അതൊരു വേരിയബിൾ റിവാർഡ് ഷെഡ്യൂൾ പോലെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അൽഗോരിതം വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ സമൂഹത്തിലുള്ള കമ്പാരിസൺ നമ്മൾ നോക്കാറുണ്ട് ഇപ്പൊ കുട്ടികളിലൊക്കെ വരുമ്പോ. പിന്നെ റെഡ്യൂസ്ഡ് അറ്റൻഷൻ സ്പാൻ, നമ്മുടെ അറ്റൻഷൻ കുറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാം, ഇങ്ങനെ ഫോണിൽ സിനിമ കാണുകയാണെ, അവർക്ക് ലാഗ് അടിക്കുന്നു തോന്നുന്ന സ്ഥലം ഇവര് അടിച്ചടിച്ച് കാണും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. നമുക്ക് അത്രയും നേരം അവിടെ ഇരുന്ന് അത് ക്ഷമയോടെ കാണാനുള്ള ഒരു സമയമില്ല. കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻ വന്ന് 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 നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇനി വേണം. പഴയ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്തു പോകും. അപ്പൊ വീണ്ടും നമ്മൾ ഫോണിൽ അഡിക്റ്റഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ എസ്കേപ്പ്. അപ്പൊ ഈ കാര്യം കൊണ്ടൊക്കെ നമ്മൾ എന്ത് വരും, ആ ഫോണിലോട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോട്ട് അഡിക്ഷൻ സംഭവിക്കും, അഡിക്റ്റഡ് ആയിട്ട് മാറുന്നതാണ്. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾ കാണാറുണ്ടോ മൂവീസ് ഒക്കെ ഇങ്ങനെ ഫോണിൽ കാണുന്നവരുണ്ടോ? ഇങ്ങനെ അടിച്ചു വിട്ട് കാണാറുണ്ടോ? ഇല്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണുന്നവര്. നമ്മൾ ഫോൺ ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ 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 സ്കിപ്പ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയാണ്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. പ്രത്യേകിച്ചും നമ്മുടെ അടുത്തൊരു അഡോളസെന്റ് കുട്ടികളൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് വേണമെങ്കിൽ അവരോട് ചോദിച്ചറിയാം. അവർക്ക് ഇതൊന്നും എക്സൈറ്റിംഗ് അല്ല. ഇപ്പൊ റീസെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറെ കാര്യങ്ങളല്ലേ ഈ വയലന്റ് ആയിട്ടുള്ള മൂവീസ് എന്തുകൊണ്ട് കുട്ടികൾ കൂടുതൽ കാണുന്നു എന്നുള്ളത്. അത് അവര് എടുക്കാൻ കാരണം അവർക്ക് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട് കണ്ട് ഈ ഫോൺ അഡിക്ഷൻ കാരണം അതൊന്നും അവർ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നില്ല. ഇപ്പൊ അവര് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ വയലൻസ് ആയി മാറിയിരിക്കുകയാണ്. അതാണ് ചിലരുടെ മാർക്കോ കണ്ടിട്ട് അതേപോലെ ചെയ്തു എന്നുള്ള ന്യൂസ് ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ മൂവീസ് കണ്ടിട്ട് അതേപോലെ ആക്ട് ചെയ്ത് കാണിച്ചു എന്ന്. കാരണം ഇപ്പൊ അവർ എക്സൈറ്റ് ചെയ്യിക്കുന്ന അതൊക്കെയാണ്. ബാക്കി നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെ എക്സൈറ്റ് ചെയ്യിക്കാതെ. അത് ഈ ഫബ്ബിങ് കാരണം. നമ്മൾ ആളുകളായിട്ട് കണക്ഷൻ ഇല്ല, റിലേഷൻഷിപ്പ് ഇല്ല, നമ്മൾ ആരുമായിട്ടും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആകെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഫോൺ. മറ്റുള്ള ആളുകളെ എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ആ ഫോൺ എന്ന് പറയുന്ന ഒരു ലോകത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് അവരെ അത്തരം കാര്യങ്ങൾ മാത്രം ഇപ്പൊ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ ഒരു മോനുണ്ടായിരുന്നു, അവന് ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറയാം, എന്തോ ഫോണിന്റെ എന്തോ സിനിമയുടെ കാര്യം എന്തോ വന്ന് പറഞ്ഞതാണ്. അപ്പൊ വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മറ്റേ ഇങ്ങനെ കുത്തുന്ന കൊല്ലുന്ന സിനിമകൾ കാണാൻ ഇപ്പൊ താല്പര്യമുള്ളൂ.
എനിക്ക് വേറെ ഒന്നും കാണാൻ എന്റെ താല്പര്യമില്ല. അവൻ ജപ്പാൻ കൊറിയൻ മൂവീസ് ഒക്കെ ആണ്, അതും വയലൻസ് ഉള്ള മൂവീസ് മാത്രം എടുത്തിട്ട് കാണുന്നത്. അപ്പൊ അവന് ദേഷ്യമൊക്കെ വരുമ്പോ ചിലപ്പോ ഇങ്ങനെ എന്താ പറയാ, ആരെങ്കിലും കുത്തിയാലോ എന്നൊക്കെ തോന്നുന്നു. എത്ര ദിവസം എടുത്തെന്ന് പറയാം അവനൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അതൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്ക്. എന്റെ സ്റ്റുഡന്റ് ആണ്, പക്ഷെ അവനത് എന്നോട് പറയുന്നില്ല, അവനൊരു കുഴപ്പം ഫീൽ ചെയ്യുന്നില്ല, അതൊരു തെറ്റായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ല. കാരണം അവൻ ഈ ഫോൺ അങ്ങ് അതിൽ ഇൻവോൾവ് ആയി. ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഇപ്പൊ അവൻ 10th-ലായി. കഴിഞ്ഞ വർഷമായിരുന്നു ഇത് എന്നോട് പറഞ്ഞത്. ഈ വർഷം അവൻ നോർമൽ ആയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം അവൻ ഇത് എന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഈ കോവിഡ് സമയത്ത് തുടങ്ങിയൊരു ശീലാണ് ഈ ഫോണിൽ വീഡിയോസ് കാണല്. ഈ കൊറോണ സമയത്ത് മൊത്തം ഇരുന്ന് കണ്ട് 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 അവനെ ഒന്നും എക്സൈറ്റ് ചെയ്യിക്കാതായി പുതിയതൊന്നും. പിന്നെ കാണാൻ തുടങ്ങിയത് ഇതാണ് വയലൻസ്. അത് അവരെ ഇതാക്കാൻ അറിയാം, ഒരു എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറായിട്ട് മാറി. അപ്പൊ അവര് ഇപ്പൊ ഇന്നത്തെ കുട്ടികള് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് തിരിയുന്നതിനൊക്കെ ഒരു ഫാക്ടറാണ്. ഇത് മാത്രമാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഫോൺ അഡിക്ഷൻ മാത്രമാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഫോൺ അതിലൊരു പങ്കുണ്ട് എന്നുള്ളതാ. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇങ്ങനെ ഫോൺ കുട്ടികളുടെ ബിഹേവിയർ പാറ്റേൺ മാറ്റിയതായിട്ട്? ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ ഭയങ്കര പാരന്റ്സിന് ചേഞ്ച് ഉണ്ട്. ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ആ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ അവിടെ? കോളേജ് ടീച്ചേഴ്സിനെ ആ കുറച്ചും കൂടി ഞാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ടീച്ചറായിട്ട് ചെയ്യും. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളിനോട് തന്നെ ഇത്തിരി താല്പര്യം കുറഞ്ഞു. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഞങ്ങൾ അത് കണ്ടു. അങ്ങനത്തെ ഇനിയിപ്പോ ക്ലാസ് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി കുട്ടികള്. അതെ അതെ, എണ്ണവും കുറഞ്ഞു. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡേ മാറി. ഞാൻ കോവിഡിന് മുന്നേ ആ, പഠിപ്പിക്കാൻ തുടങ്ങിയതാ. ആ പിള്ളേരായിട്ടുള്ള ആ, ഒരു കണക്ഷനും കോവിഡിന് ശേഷമുള്ള കുട്ടികളായിട്ടുള്ള ഒരു കണക്ഷൻ നോക്കുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട് കുട്ടികളുടെ ബിഹേവിയർ. അതിന് അവരെ നമുക്ക് മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കംപ്ലീറ്റ്ലി അവരൊരു സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞ പോലെ ജീവിച്ചല്ലേ. അതുകൊണ്ട് ആ, അവർക്ക് ഒരു ഇന്ററാക്ഷനും ഒന്നുമില്ല. അതായത് ഇനി അവര് ഇപ്പൊ 10ൽ എത്തിയിട്ടുണ്ടെങ്കിൽ കോവിഡ് നടക്കുമ്പോൾ അവർ 5ല് ആ പഠിക്കുന്ന സമയമാണ്. ഒരു 4-5ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷനും സോഷ്യൽ ഇൻവോൾവ്മെന്റും ഒക്കെ ഭയങ്കര വേണ്ട ഒരു സമയമാണ്. അതൊന്നും കിട്ടാതെ വളർന്നതും ഒരു ഫാക്ടറാണ്. ഫോൺ മാത്രമല്ല, അതും ഒരു ഫാക്ടറാണ്. പക്ഷെ അതിന്റെ ഒരു ബിഹേവിയർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് ഒരു റീസൺ കൂടിയാണ് ഫബ്ബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫബ്ബിംഗ് പല രീതിയിലുണ്ട്. എന്റെ വോയിസ് ക്ലിയർ ആണോ? എനിക്ക് നിങ്ങളിപ്പോ ഇപ്പൊ സിന്ധു മാം ഒക്കെ സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര ലോ ആയിട്ടാ കേട്ടത്. കേൾക്കാം, ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തോ ശരി. ഫോംസ് ഓഫ് ഫബ്ബിംഗ് പല രീതിയിലുണ്ട്. പാസീവ്, റിയാക്റ്റീവ്, എസ്കേപ്പിസ്റ്റ്, കമ്പൽസീവ് ഓർ ഇമ്പൾസ് ഫബ്ബിംഗ്. അത് ഈ പറഞ്ഞ പാസീവ് ഫബ്ബിംഗ് ആണ്. ഒരു ഹാബിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ദിവസം വൈകിട്ട് ഓഫീസ് വിട്ട് വരുന്നു അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായയുടെ കൂടെ ഒരു ദിവസം ഫോൺ എടുത്താൽ സെക്കൻഡ് ഡേ ആ ടെൻഡൻസി വരും. പതിയെ പതിയെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ആ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നതാണ് പാസീവ് ഫബ്ബിംഗ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് ഫബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കണ്ട സമാധാനം ഉണ്ടാവില്ല അതിന് മറുപടി കൊടുക്കാതെ, അല്ലെങ്കിൽ അത് എടുത്തു നോക്കാതെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കുന്നതാണ് റിയാക്റ്റീവ് ഫബ്ബിംഗ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യണം. ഇത് പിന്നെ എസ്കേപ്പിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത, നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിയിരിക്കും. അത് വിഷമാവാം, ദേഷ്യമാവാം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുന്നതാവാം, എന്തും ആയിക്കോട്ടെ, ഇമോഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിലോട്ട് മാറും. വെറുതെ ഫോൺ നോക്കലല്ല, ഒപ്പം നമ്മുടെ ചുറ്റുള്ള റിലേഷൻസിനെയും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഫബ്ബിംഗ് കംപ്ലീറ്റ് ആവില്ലേ. ദെൻ അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫബ്ബിംഗ് എന്ന് പറയാം. കമ്പൾസീവ് ഫബ്ബിംഗ്, ഇമ്പൾസ് ഫബ്ബിംഗ് എന്നോ പറയാം. പറ്റുന്നില്ല, ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിങ്ങനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് അപകടം വരുന്ന പോലത്തെ ഒരു ഫീലാ. എമർജൻസി കാര്യങ്ങൾ വിട്ടുപോകും. അങ്ങനെ ഭയങ്കര ഒരു കോൺസ്റ്റന്റ് ടെൻഷൻ നമ്മുടെ ഉള്ളിൽ വരും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ചെക്കിങ് ഉണ്ടാവും, കമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാവും. അങ്ങനെ അപ്പൊ ഈ പല രീതിയിലും വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ കണ്ട ഉടനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയുണ്ട്, ഹാബിറ്റ് ആയിട്ട് നോക്കുന്നവരുണ്ട്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസ് മാനേജ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമ്പൾസ് ഫബ്ബിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് നോക്കിയില്ലെങ്കിൽ എന്തോ അപകടകരമായിട്ടുള്ള കാര്യം സംഭവിക്കുന്നുള്ള ഒരു മട്ടാണ് അവർക്ക്.
ഇങ്ങനെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും, നോക്ക് നോക്ക് നോക്ക്. ആ ഒരു രീതി കമ്പൾസീവ് തോട്ട്സ് ബിഹേവിയർ ഉണ്ടാവും, ഒരു ഒബ്സഷൻ പോലെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇമ്പൾസ് വർക്ക്. ഡിസ്കണക്ട് ചെയ്യാനേ പറ്റില്ല അവർക്ക്. ഇത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോഴേക്കും, പ്രത്യേകിച്ച് കപ്പിൾസിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കൂടുതലും എനിക്ക് തോന്നും മെയിൽസ് ആണ് ഫോൺ നോക്കിയിരുന്നത്. എനിക്ക് വന്ന കേസസിൽ മെജോറിറ്റിയും അങ്ങനെയാണ്. സ്ത്രീകളാണ് പറയാ, അങ്ങേക്ക് എന്ന് വന്നാലും ഫോൺ നോക്കിയിരുന്നാൽ മതി, ഏതു നേരം ഫോണിലാണ്, ഫോൺ നോക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അവര് പറയുന്നത് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ പറയാ ഒരു സമാധാനത്തിന് നോക്കുന്നതാണ് എന്നുള്ളതാ. പക്ഷെ വൈഫിനെ സംബന്ധിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത്? ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടുകയാണ്. വൈഫിന് മാത്രമല്ല, ഹസ്ബൻഡും നഷ്ടപ്പെടും. കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടാതായിട്ട് വരുന്ന സമയത്ത് അവർക്കിടയിലെ ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടും. ആ റിലേഷൻഷിപ്പ് മടുക്കും. അതിന് നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചല്ല, പക്ഷെ ആ റിലേഷൻഷിപ്പ് പതിയെ പതിയെ നമുക്ക് മടുത്തോളും. അതേപോലെ ഒരു ഡിസ്കണക്ഷൻ വരും. അപ്പൊ വൈഫിന് ഇപ്പൊ തോന്നും, ഹസ്ബൻഡാണ് ഫോൺ നോക്കുന്നെങ്കിൽ വൈഫിന് തോന്നും ആൾ എന്നെ ഇഗ്നോർ ചെയ്യാണ്. ഇഗ്നോർ ചെയ്യാന്ന് തോന്നുമ്പോ വൈഫ് സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് ഇടും. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അവളെന്തോ ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്, അവൾ എന്നെ ഇഗ്നോർ ചെയ്യാണ്. അപ്പൊ അതൊരു സൈക്കിളായി രണ്ടുപേരുടെ ആ തോട്ട് വരികയും രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ അകന്നകന്ന് പോവുക, ഡിസ്കണക്റ്റഡ് ആയി പോവുകയുള്ളൂ. ആ ഒരു ഡിസ്കണക്ഷൻ സൈക്കിളിൽ പോയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് എൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കൗൺസിലറുടെ മുന്നിൽ അല്ലെങ്കിൽ കോടതി റൂമിൽ എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ചിലവർ എന്നും ഈ തല്ലുകൂടി വഴക്കുകൂടി പരമാവധി അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയായിരിക്കും റിലേഷൻഷിപ്പിൽ ഫബ്ബിങ് കയറി വന്നു കഴിഞ്ഞാൽ. ഫോൺ ഒന്നും വേണ്ട, നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെ, ഒരാൾ മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് ഒരു ഇൻസൾട്ട് ആയിട്ടാ ഫീൽ ചെയ്യുക. നമ്മൾ ഇത്രയും കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ മറ്റേയാൾ നോക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഇന്റിമേറ്റ് ആയിട്ടുള്ള, വളരെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഹൈ ആയിരിക്കും. അത് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അത് ഭയങ്കര ഹൈ ആയിട്ടാണ് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ കൗൺസിലറുടെ അടുത്ത് പോവാം, അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൈക്രോ മൊമെന്റ്സ് ഓഫ് കണക്ഷൻ. മൈക്രോ മൊമെന്റ്സ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാള് സംസാരിക്കുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യാം, ഐ കോണ്ടാക്ട് കൊടുക്കുക, ഷെയർഡ് ആയിട്ടുള്ള ജെസ്റ്റേഴ്സ് വേണം, ഒരു ഇമോഷണൽ പ്രസൻസ് നമ്മൾ ഉണ്ടായിരിക്കണം, കോൺവേഴ്സേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം, അവര് പറയുന്നതിന് ലിസൺ ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റണം. ഒരു ഫബ്ബിങ് എന്നുള്ളൊരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ പാറ്റേൺ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാള് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റില്ല, ജെസ്റ്റേഴ്സ് ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവില്ല, ആ ഒരു ഇമോഷണൽ പ്രസൻസും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ കിട്ടുന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അതെല്ലാം നശിച്ചു തുടങ്ങുന്നുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണതാണ്. ഇത് മാത്രമല്ല, അറ്റാച്ച്മെന്റ് സ്റ്റൈല് മാറും ഫബ്ബിങ് കൊണ്ട്. നമ്മൾ പറയുമല്ലോ, ചൈൽഡ്ഹുഡിൽ മാത്രമല്ല അഡൾട്ടിലും അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇനി ചൈൽഡ്ഹുഡിലുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈല് ഫബ്ബിങ്ങിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാ പറയുന്നത്. ഇപ്പൊ ചൈൽഡ്ഹുഡില് നമുക്കൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെയുള്ള ഫബ്ബിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. എല്ലാ ദിവസവും പാർട്ണർ അങ്ങനെ ഇരിക്കാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഫോണിൽ ഇരിക്കുന്ന ഒരു പ്രവൃത്തി വല്ലപ്പോഴും മാത്രമാണെന്നുണ്ടെങ്കിൽ, സെക്യൂർ അറ്റാച്ച്മെന്റിൽ ജീവിച്ച ഒരു ആളാണെങ്കിൽ അവിടെ ട്രിഗർ ഉണ്ടാവില്ല. ഇപ്പൊ ഹസ്ബൻഡും വൈഫിനെ എടുക്കുക, ഹസ്ബൻഡ് ഫോൺ നോക്കിയിരിക്കുകയാണ്, വൈഫ് കാര്യമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു, സംസാരിക്കുന്നു, ഹസ്ബൻഡ് ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ എന്തൊക്കെയോ മൂടുന്നു, ഒന്നും പ്രോപ്പർ റെസ്പോൺസ് ഇല്ല. ഇനി വൈഫ് വരുന്നത് ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്, അതായത് ചെറുപ്പത്തിൽ പാരന്റ്സിന്റെ നല്ല കെയറും സപ്പോർട്ടും ഇമോഷണൽ ട്രോമാസും ഒന്നും ഇല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ വളർന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കും ഹസ്ബൻഡ് എന്തോ ടെൻഷനിലാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പൊ വേറെ എന്തോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
ദെൻ അവരതിന്ന് അവർ ട്രിഗേർഡ് ആവില്ലേ അവിടെ. വല്ലപ്പോഴും ആണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടോ, സ്ഥിരമായിട്ട് ഈ സ്വഭാവമാണെങ്കിൽ ആരായാലും ട്രിഗേർഡ് ആവും. വല്ലപ്പോഴും മാത്രമാണെങ്കിൽ അവരത് മനസ്സിലാക്കി ഇത് വല്ലപ്പോഴും നടക്കുന്ന ഒക്കേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും മാറി നിൽക്കുകയും പിന്നീട് വന്നിട്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തുറന്നു പറയും. നേരത്തെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, എന്തായിരുന്നു റീസൺ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ആ വളർന്നത് സെക്യൂർ അറ്റാച്ച്മെന്റിലാണെങ്കിൽ, ഇതിപ്പോ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പാർട്ട്നേഴ്സിൽ ആരാണോ സെക്യൂർ അറ്റാച്ച്മെന്റ് അവർ ആ രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. പക്ഷേ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റിൽ വളർന്ന ഒരാളാണെങ്കിൽ, അതായത് എപ്പോഴും പാരന്റ്സിൽ നിന്ന് പ്രോപ്പർ കെയറോ സപ്പോർട്ടോ ഒന്നും കിട്ടാതെ പേടിച്ച് പേടിച്ച് വളർന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവരാണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നത് എങ്കിൽ ഹസ്ബൻഡ് ഫോൺ നോക്കിയിരിക്കുന്നത്, ഈവൻ ഫബ്ബിങ് ഇല്ലെങ്കിൽ പോലും തന്നെ എന്ത് തോന്നും, കുറച്ചു നേരം ഹസ്ബൻഡ് ഫോൺ നോക്കിയിരിക്കുമ്പോഴേക്കും അത് റിജക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഫബ്ബിങ്ങിലോട്ട് ഹസ്ബൻഡോ വൈഫോ പോയി കഴിഞ്ഞാൽ മറ്റേ പാർട്ട്ണർക്ക് അത് ഹൈ ഇൻസെക്യൂർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അവരെ കംപ്ലീറ്റ്ലി ഇൻസൾട്ട് ചെയ്ത് ഇഗ്നോർ ചെയ്ത പോലെ തോന്നുന്നത് കാണും. ഇനി അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് അറിയാലോ, അറ്റാച്ച്മെന്റ് 4 ടൈപ്പാണ്. എയിൻസ്വർത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് വെച്ച് ബൗൾബി എയിൻസ്വർത്തും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി. അത് ബേസ് ചെയ്തിട്ട് 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉള്ളത്. അതാണ് ഇപ്പൊ 2 നമ്മൾ പറഞ്ഞു, ആങ്ഷ്യസും സെക്യൂറും. വേറെ 2 കൂടി ഉണ്ട്, അവോയ്ഡന്റും ഡിസോർഗനൈസ്ഡും. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റും ഇങ്ങനെ തന്നെയാണ്. ഇവര് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റിലുള്ള ആളുകളാണെങ്കിൽ അവരാണ് നേരത്തെ പറഞ്ഞത്, ഇഷ്യൂസ് വരുമ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫോൺ നോക്കിയിരിക്കും. പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്വന്തം ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ ഫോൺ ഒരു മാർഗമായിട്ട് എടുക്കും. അത് കുട്ടിക്കാലത്തുള്ള ഒരു അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ വളർന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ പാരന്റ്സിൽ നിന്ന് എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ നീഡ്സും ഇമോഷൻസും ചെറുപ്പത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണത്. അപ്പൊ അവർക്ക് പ്രശ്നങ്ങളെ നേരിടാൻ അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അതിന് പകരം ഫോൺ എടുക്കും. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇന്റൻഷനലി മറ്റുള്ള ആളുകളുമായിട്ട് പാർട്ണറുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പാർട്ണർ എന്തെങ്കിലും പ്രശ്നം വന്ന് പറയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡിസ്റ്റൻസ് വരും. കാരണം അവർക്ക് പ്രശ്നങ്ങളിൽ ഇടപെടാൻ വയ്യ, അവർക്ക് അറിയില്ല, അവർ ഇമോഷണലി അവർ ഭയങ്കര വൾണറബിൾ ആണ്, ആ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റില്ല. സോ അവരെന്ത് ചെയ്യും, ഇന്റൻഷനലി ആ ഡിസ്റ്റൻസ് ഫോൺ നോക്കി ക്രിയേറ്റ് ചെയ്യും. ഇനി ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ആളാണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് റിയാക്ഷൻ ആയിരിക്കും. ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് എപ്പോഴാണ് വരികയെന്ന് വെച്ചാൽ ചെറുപ്പത്തില് സെക്ഷൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ ട്രോമയോ നെഗ്ലക്റ്റോ ഒക്കെ നേരിട്ട കുട്ടികളാണ് വളർന്നു വരുമ്പോൾ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ എത്താം. ഇവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഓരോ പ്രാവശ്യം ഇവർ ഓരോ പോലെ ആയിരിക്കും റിയാക്ട് ചെയ്യാം. ചില സമയത്ത് ഫബ്ബിങ് കണ്ടാൽ ഇവർ റിയാക്ട് ചെയ്യില്ല, ചില സമയത്ത് ഹൈ ആയിട്ട് റിയാക്ട് ചെയ്യും. അവരുടെ ഇമോഷൻസ് ഇങ്ങനെ വോളറ്റൈലായിരിക്കും, ഇങ്ങനെ ഹൈ ആൻഡ് ലോ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഫബ്ബിങ്ങും കണക്റ്റഡ് ആണ്. അപ്പൊ ഫബ്ബിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് മറ്റേ പാർട്ണർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാരണം കണ്ടെത്തണമെങ്കിൽ നമ്മൾ അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അറിയണം. നിങ്ങളുടെ അടുത്ത് കൗൺസിലിംഗിന് വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഫോൺ നോക്കുന്നതാണ് വൈഫിന്റെ പ്രശ്നം, അല്ലെങ്കിൽ വൈഫ് ഫോൺ നോക്കുന്നതാണ് ഹസ്ബൻഡ് പ്രശ്നമെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അവരുടെ കുട്ടിക്കാലം. അവരുടെ കുട്ടിക്കാലത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണോ അതിനനുസരിച്ചായിരിക്കും അവർ ആ ഫോൺ യൂസ് ചെയ്യുന്നത്. ആ കുട്ടിക്കാലം നിങ്ങൾ ഹീൽ ചെയ്യാതെ അവരുടെ ആ ഫബ്ബിങ് പ്രോസസ്സ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു ഇഷ്യൂ എന്താന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫബ്ബിങ് കംപ്ലീറ്റ്ലി കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയാ, കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ അവരുടെ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പ്രശ്നം എന്താന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? Yes, ma'am. Yes. ഓക്കെ Yes. Yes. ഓക്കെ. ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ഇമ്പാക്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആളുകൾ റിയാക്ട് ചെയ്യുന്നത്? കാരണം നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അൺഇമ്പോർട്ടന്റ് ആണ് തോന്നും, ലോൺലിനെസ് ഫീൽ ചെയ്യും, ഇനി സെൽഫ് ഡൗട്ട് വരും ചില ആളുകൾക്ക്. ഞാൻ ഒട്ടും വേർത്തല്ലാത്തതുകൊണ്ടാണോ, എന്നെ ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണോ എന്റെ പാർട്ണർ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണോ ഫോൺ നോക്കിയിരിക്കുന്നത്, അങ്ങനത്തെ ചിന്ത വരും.
മൈൻഡ് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. ട്രസ്റ്റ് കുറയും ചില ആളുകൾക്ക്. അതെന്താ, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന്, ഇതെന്താ ഏത് നേരം ഫോണില്, ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് കൂടി കൂടി വരികയുള്ളൂ. ഇത് മാത്രല്ല, ഈ ഫബ്ബിങ് കൂടി കൂടി പോയാല് റിലേഷൻഷിപ്പിൽ മാത്രമൊന്നല്ല എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ മെന്റൽ ഹെൽത്തിലും വരും. അതായത് സെൽഫ് എസ്റ്റീം കുറയും, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ഇമോഷൻസിന് ഒരു കൺട്രോൾ ഉണ്ടാവില്ല, ഡിപ്രഷനിലോട്ട് പോവും, ആൻസൈറ്റി കൂടും, സോഷ്യൽ ആൻസൈറ്റി കൂടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുള്ള ആളുകളിലും ഫബ്ബിങ് ഉണ്ടാവാം. അതായത് ചിലപ്പോ സെൽഫ് എസ്റ്റീം കുറഞ്ഞുകൊണ്ടായിരിക്കാം അയാൾ ഫോൺ ഒരു വഴിയായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ സ്ലീപ്പ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഫോൺ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനാവാം ഫോൺ നോക്കിയിരിക്കുന്നത്. അപ്പൊ രണ്ടും ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയേണ്ടി വരും. ഫബ്ബിങ് കൊണ്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാം, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാരണം ഫബ്ബിങ്ങിലോട്ട് പോകുന്നതും ആവാം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കുള്ള ചലഞ്ച്, ഇതിനെ സംബന്ധിച്ച് ഇത് നോർമലൈസ് ചെയ്യാം. അതായത് നമ്മള് സംസാരിക്കുന്ന സമയത്ത് ഒരു പറയാം, ഞാൻ ഈ പറഞ്ഞ ഫ്രീ ടൈമിലല്ലേ നോക്കുന്നു, ഫുൾ ടൈം പാർട്ട്ണറടുത്ത് സംസാരിച്ചു കഴിക്കാൻ പറ്റും, വർക്ക് കഴിഞ്ഞിട്ട് കുറച്ചു നേരമല്ലേ, ശരിയായിരിക്കാം. പക്ഷെ ആ കുറച്ചു നേരം ഒന്നും അല്ല അവർ ഇരിക്കുന്നത്. അപ്പൊ ഒരു ഫോൺ നോക്കുന്ന അരമണിക്കൂറോ 20 മിനിറ്റോ ഒന്നും ആയിരിക്കില്ല, മണിക്കൂറുകളായിരിക്കും. എന്നിട്ടാണ് അവർ ഇതിനെ നോർമലൈസ് ചെയ്ത് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ക്ലയന്റ് വരുന്ന സമയത്ത് അവർ ഈ ഫബ്ബിങ്ങിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യും. ഓ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ആ ഇമോഷണൽ നെഗ്ലക്റ്റിനെ മിനിമൈസ് ചെയ്യും. ഞാൻ കുറച്ചു നേരം ഫോൺ നോക്കി, മറ്റേ പാർട്ണർക്ക് എന്താ, എനിക്ക് എന്റേതായ ചോയ്സ് ഇല്ലേ, ഇതൊക്കെ കേൾക്കേണ്ടി വരും. ആ ഇമോഷൻസിനെ, മറ്റൊരാളുടെ ഇമോഷനെ കംപ്ലീറ്റ് നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും വരെ. ചില ആളുകളാണെങ്കിൽ അവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എപ്പോ ഇത് സ്റ്റോപ്പ് ചെയ്യണം, എപ്പോ ഓപ്പൺ ചെയ്യണം, ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മള് ഒന്ന് അവരുടെ ബിഹേവിയർ എങ്ങനെയാ നോക്കണം. അതായത് എത്ര മണിക്കൂർ, എത്ര സമയം, ഏതൊക്കെ ടൈമിലാണ് ഇവർ ഫോൺ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, ആ ഡിജിറ്റൽ ബിഹേവിയർ കണ്ടെത്തണം. ദെൻ ഇമോഷണൽ മീനിങ്, എന്തുകൊണ്ട് അവർ ആ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യണു, അതിൽ എന്തെങ്കിലും ഇമോഷണൽ കണക്ഷൻ ഉണ്ടോ, ആ കാര്യം നോക്കണം. അതിനുശേഷം എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കി നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഉറപ്പിക്കാം, ഇതിപ്പോ ഫോൺ ജസ്റ്റ് കുറച്ച് നോക്കുന്നതാണോ, അത് ശരിക്കും ഫബ്ബിങ് ആൻഡ് ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്നറിയാം. നമുക്ക് പല രീതിയിൽ നോക്കാം. ഒന്ന്, പാർട്ണർ ഫബ്ബിങ് സ്കെയിൽ എന്ന് പറഞ്ഞ് നമുക്ക് ടൂൾസ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ക്വസ്റ്റ്യനെയർസ് ആണ് കേട്ടോ. ടൂൾസ് എന്ന് പറയാൻ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ പ്രോബ്ലം യൂസ് സ്കെയിൽ ഉണ്ട്. ദെൻ അവരോട് തന്നെ സെൽഫ് റിപ്പോർട്ടായിട്ട് എഴുതിയിട്ട് വരാൻ പറയും, എത്ര സമയം എത്ര നേരം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ദെൻ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ, രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ ലെവല് എടുക്കാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാം അവരുടെ ലൈഫിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം അഫക്ട് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ നമ്മളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ പാർട്ണറോട് ചോദിക്കുക, എപ്പോഴാണ് ഏറ്റവും ഇഗ്നോർ ആയിട്ട് തോന്നുന്നത്, ഫോൺ നിങ്ങളുടെ കോൺവെർസേഷൻ ഇന്ററപ്റ്റ് ചെയ്യാറുണ്ടോ, ഫോൺ യൂസ് നിങ്ങളുടെ ഇമോഷണൽ ക്ലോസ്നെസ് ഇല്ലാതാക്കിയിട്ടുണ്ടോ, മറ്റേ പാർട്ണർ ഫോണിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചിട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമുക്കറിയാം, അതായത് ടൂൾസ് അല്ലാതെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയാണ്. ഒന്ന് ഈ കോൺവെർസേഷനിൽ ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യാം. നമ്മുടെ അടുത്ത് എന്തായാലും 1 hour സെഷൻ ആണല്ലോ വന്നത്. ഈ 1 hour അവർ എത്ര പ്രാവശ്യം ഫോൺ ചെക്ക് ചെയ്യേണ്ടത് നോട്ട് ചെയ്യാം. ദെൻ ഫോൺ ഹാബിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, ഡിഫെൻസീവ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കുറെ നേരം ഫോൺ ഇല്ലാതിരിക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ നോക്കാം. എപ്പോഴും ഡിനേ ചെയ്തുകൊണ്ടിരിക്കാം, ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഫോൺ യൂസിന്. ഇങ്ങനത്തെ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പൊ ടൂൾസ് ഉപയോഗിക്കാം, ക്വസ്റ്റ്യനർ ഉപയോഗിക്കാം, ദെൻ ഒബ്സർവേഷൻസ് ഉപയോഗിക്കാം. ഈ 3 കാര്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അവർ ഫബ്ബിങ്ങിലാണ്, മറ്റുള്ള ആളുകളെയൊക്കെ ഇഗ്നോർ ചെയ്ത് ഫോൺ എന്നുള്ള ഒരു ലോകത്തിൽ ഒതുങ്ങി പോയിരിക്കുകയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? യെസ്. ഇത് കേട്ടിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും ഒക്കെ ഫബ്ബിങ്ങിലാണെന്ന് തോന്നുന്നുണ്ടോ?
ഉറപ്പായും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് ആളുകള് ഇപ്പൊ നമ്മൾ ശരിക്കും കണക്കുകൾ റിസർച്ച് ഒക്കെ എടുത്താല് ഒരു വലിയ വിഭാഗം ആളുകളും ഫബ്ബിങ്ങിലാണ്. ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും, മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ എത്തി. അപ്പൊ പലപ്പോഴും റിലേഷൻഷിപ്പിനെക്കാളും ഒക്കെ ഫോണിലോട്ട് പോയി. ഞാൻ പറയാം, എന്റെ ഹസ്ബൻഡ് കുറച്ചു കാലം ഫബ്ബിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ ഫോൺ യൂസ് ആയിരുന്നു. ആള് വർക്കും സ്ട്രെസ്സും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫോൺ നോക്കും. ഒന്നാമത് വർക്കിന് ആൾക്ക് ഫോൺ വേണം, ബിസിനസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫോണിലാണ്. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പിന്നെയാണ് അതിന്റെ ഒരു യൂസ് കുറച്ചുണ്ട്. ഒരു ഫോൺ അഡിക്ഷനിലോട്ട് പോയിണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അതിന്റെ ബോർഡറിൽ ഇങ്ങനെ എത്തി നിൽക്കുമായിരുന്നു ആള്. കാരണം ഞങ്ങൾ ഒന്നാമത് രണ്ടിടത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ഫോൺ നോക്കി ശീലിച്ചിട്ട് ഞാൻ പോകുന്ന സമയത്ത് അത് എന്നെ ഒരു ഹാബിറ്റായി. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ 1 മണിക്കൂർ 1.5 മണിക്കൂർ. ചില ദിവസം എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്നലെ ജസ്റ്റ് ഫോൺ നോക്കിയിട്ട് 3 മണിക്കാ ഉറങ്ങിയത് എന്നൊക്കെ. നല്ലതായിരിക്കുമല്ലോ, രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോയേണ്ട ആള് 3 മണി വരെ രാത്രി ഫോൺ നോക്കി. വന്നത് 12 മണിക്ക്, 12 മണി തൊട്ട് 3 മണി വരെ ഫോൺ നോക്കി. ഇത് എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ആരും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ടൈമില് അങ്ങനെ ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ കുറെ കാലം, എന്താ പറയാ, കുറെ സമയം ഫോൺ നോക്കി ഒരു ദിവസം പിന്നെ ഫോണിൽ നമുക്ക് ഡിജിറ്റൽ വെൽബീങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ എല്ലാവരുടെ ഫോണിൽ ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അതെടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഇത്രയും ജോലിയുടെ ഇടയിൽ ഞാൻ 3 മണിക്കൂറൊക്കെ ഫോൺ നോക്കിയോ, അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ ഫോൺ നോക്കിയോ എന്നുള്ളൊരു റിയലൈസേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോഴായിരുന്നു. പിന്നെയാണ് ഞാൻ എല്ലാത്തിലും ആവശ്യമില്ലാത്ത ആപ്പുകളിലൊക്കെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടും ദെൻ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടും. കാരണം എനിക്ക് കുറെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ വർക്ക്ഷോപ്പിന്റെ ആയിരിക്കാം, ഡൗട്ട്സ് ആയിരിക്കാം, സ്റ്റുഡൻസിന്റെ ആയിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം. ഇതിങ്ങനെ തുടരെ വരുമ്പോൾ വർക്കിന്റെ ഇടയിലൊക്കെ എടുത്ത് നോക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധനത്തിന് എടുത്ത് അങ്ങ് മാറ്റി വെക്കും. അപ്പൊ എല്ലാവരുടെ ലൈഫിലും ഇതുണ്ട്. പക്ഷെ അതിന് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തില്ല, അത് ഐഡന്റിഫൈ ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടില്ല ആ സൈക്കിളിലെന്നുണ്ടെങ്കിലാണ് പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുക. റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ. മാഡം പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. എല്ലാ ഫോണിലും ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? എല്ലാ ആൻഡ്രോയിഡിലും ഉണ്ട്. ഞാൻ കാരണം എന്റെ പഴയ ഫോണിൽ വരെ ഉണ്ട്. ഒരു 6-7 കൊല്ലം മുന്നേ വാങ്ങിച്ച ഫോണിൽ വരെ ഉണ്ട്. അത് ചിലതിൽ ആപ്പായിട്ട് ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര മണിക്കൂർ നിങ്ങൾ ഓരോ ആപ്പ് യൂസ് ചെയ്തു എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ബെഡ് ടൈം മോഡ് സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഇപ്പൊ എന്റെ ഫോണിലൊക്കെ ഒരു 10:30 to 6 ബെഡ് ടൈം മോഡ്. ആ സമയത്ത് ഒരു നോട്ടിഫിക്കേഷനും ഓൺ ആവില്ല. ഇപ്പൊ പിന്നെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്ത് 11 ആക്കി, 11 to 5 ആക്കി. പക്ഷെ ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വരില്ല നമ്മളത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഉറങ്ങേണ്ട സമയമാണല്ലോ. എത്രയെങ്കിലും നമ്മൾ ഉറങ്ങണ്ട, ഇത്രയും വർക്ക് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓരോന്നിലും ബെഡ് ടൈം മോഡിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരൊക്കെ ആയിരിക്കും. പക്ഷെ ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള സംഭവം ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ വേർഷൻ എന്താണോ അത് ഗൂഗിൾ ചെയ്തിട്ട് അതിൽ ഈ ഡിജിറ്റൽ വെൽബീങ് എന്ത് പേരിലാന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കും. നമ്മൾ ഓരോ ആപ്പിൽ സ്പെൻഡ് ചെയ്ത ടൈം നമുക്ക് അതിൽ കാണാം. ഞാനൊക്കെ 1 മണിക്കൂറിന് മേലൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് 2 മണിക്കൂറൊക്കെ യൂസ് ചെയ്ത ദിവസങ്ങളുണ്ട്. എനിക്ക് ഇത്രയും മണിക്കൂർ പണിയെടുത്തിട്ട് ഞാൻ 2 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്ത്? ഒന്നുമില്ല, വെറുതെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നിർത്തി. ഇന്നലെ ഞാൻ എന്റെ ഡിജിറ്റൽ വെൽബീങ് നോക്കിയപ്പോ മാക്സിമം 1 മണിക്കൂർ 15 മിനിറ്റ് ഞാൻ ഫോൺ എടുത്തിട്ടുള്ളൂ. 24 മണിക്കൂറിന് ഇടയ്ക്ക് സമാധാനമായി എനിക്ക്. കാരണം ഇപ്പൊ അതിന്റെ യൂസ് കുറവാ. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്താ പറയാ ടൈം ടേബിൾ ഇടാനോ മാത്രമേ ഇപ്പൊ ഫോൺ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഫോൺ എടുക്കുന്ന പരിപാടി നിർത്തി. കാരണം നമ്മള് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടുന്ന ഡിലേ ആയിട്ടായിരിക്കും എന്നുള്ളത്. കാരണം ഞാൻ ആ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ആ സമയത്ത് ഞാൻ നോക്കില്ല. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു ടൈം പീരീഡിൽ ആ ഫോൺ എടുക്കുമ്പോഴേ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകുള്ളൂ. നമ്മുടെ എന്റെ വർക്കിനും ഹസ്ബൻഡ് നമ്മൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്യണം. മെമ്മറീനെ അഫക്ട് ചെയ്യുമോ എന്നൊരു ചോദ്യം ഉണ്ട്. ഉറപ്പായിട്ട് അഫക്ട് ചെയ്യില്ലേ? നമ്മള് കണ്ടിന്യൂസ് ഫോൺ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞ സാധനം കുറയും. അറ്റൻഷൻ ഇല്ലെങ്കിൽ മെമ്മറി ഉണ്ടാവില്ല. നമ്മൾ ഒരു കാര്യം അറ്റൻഷനോടെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടൈമിലേക്ക് തന്നെ പോകുള്ളൂ.
അവിടെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ സാധനം എവിടേക്ക് പോവുക, നമ്മുടെ ലോങ് ടേമിലേക്ക് പോവാം. നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് അങ്ങനെ നടക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് എത്തുള്ളൂ. അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലോങ് ടേമിലേക്ക് പോവാം? അപ്പൊ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയാണ്. ഈ ചെറിയ ചെറിയ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് വലിയ പ്രശ്നമാണ്. കാരണം വളരെ കുറച്ച് സെക്കൻഡേ ഉള്ളൂ ഒരു വീഡിയോ. അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അപ്പൊ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ആ സെക്കൻഡിലോട്ട് മാത്രമാണ്. ഞാൻ കാണാറില്ല, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 1.5 മിനിറ്റുള്ള വീഡിയോ ഒക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യാം. പക്ഷെ ആ ഒരു വീഡിയോ ഒന്നും ആരും കാണില്ല. വളരെ കുറച്ച് സെക്കൻഡ് അപ്ലോഡ് ചെയ്ത സാധനമേ ആൾക്കാർ കാണുള്ളൂ. ലെസ് ദാൻ 1 മിനിറ്റ്സ് നമുക്കിപ്പോ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന പോലെ കാണുള്ളൂ. ഒരു 5 മിനിറ്റുള്ള എത്ര പേര് കേൾക്കും 5 മിനിറ്റുള്ള ഒരു വോയിസ് റെക്കോർഡ് ശ്രദ്ധയോടെ ഇരുന്നിട്ട്? സത്യസന്ധമായിട്ട് പറയണം, എത്ര പേർക്ക് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിന് മുകളിലുള്ള ഒരു വോയിസ് റെക്കോർഡ് ഇട്ടു, എത്ര പേര് ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ലേ? നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ലേ? ശരിയാണ്. പക്ഷെ അതെ അത് അത്രയും നല്ല വോയിസും നല്ല ഫേമസ് ഒരു മനുഷ്യനൊക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കാൻ ശ്രമിക്കും. വോയിസ് ഒരു അതുകൊണ്ട് ഫാക്ടർ ആണ്. അവർ അയച്ചിരിക്കുന്ന ആ വോയിസിന്റെ ടോണും ക്ലാരിറ്റി ഒരു ഫാക്ടർ ആണ്. പക്ഷെ അതും കൂടി ക്ലാരിറ്റി, ഒരു അതിന്റെ ഫാക്ടർ ആണ് ക്വാളിറ്റി, നമ്മുടെ അറ്റൻഷൻ. അത് ഡിപ്പെൻസ് ആണ്. എന്തോ കാരണം ഈ റീൽസ് അധികവും എഫക്ട് ചെയ്യുന്ന കുട്ടികളെയാണ്. കാരണം ഇപ്പം പറയാറുണ്ടല്ലോ, സ്കൂളിൽ തന്നെ ആണെങ്കിലും റീൽസ് കാണുന്നത് നിരോധിച്ചിരിക്കുക. അതെ കാരണം അതെ, അവരുടെ കുട്ടികളെയാണ്. ബ്രെയിനെയും അവരുടെ അറ്റൻഷൻ സ്പാനിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ യൂസേജ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനിലെ ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയല്ല, ഇപ്പൊ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ പലപ്പോഴും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാം. വർത്താനം പറഞ്ഞ് നമുക്കൊരു 12 hours ഇപ്പൊ ട്രിവാൻഡ്രം ടു കാസർഗോഡ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയ ചെറിയ കുട്ടികളായിരിക്കുന്നെങ്കിൽ ഇവര് ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടുണ്ടാവും, ഫോണിൽ നോക്കിക്കൊണ്ടേ ഇരിക്കും. ഇവർക്ക് അടുത്തുള്ള ആളുകളെ ബോധർ ചെയ്യാനോ അതിനൊന്നും ഒരു താല്പര്യമില്ല, കാരണം ഫോണിലാണ് ഫുൾ ടൈം. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു അതെ, പ്രവണത ഉണ്ട്. കുട്ടികളിൽ മാത്രമൊന്നല്ല കേട്ടോ, അഡൽട്സിലും ഉണ്ട്. അത്യാവശ്യം ഏജ്ഡ് ഉണ്ട്, ആയിട്ടുള്ള വലിയ നമ്മൾ. ആൾക്കാരും ഉണ്ട്. കാരണം അവര് പിന്നെ എന്താ വെച്ചാൽ അവര് കുറെ പിന്നെ വയസ്സായ ആൾക്കാരിൽ ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാര് അധികവും വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതെ മക്കളൊന്നുമില്ല, ആരുമില്ല. അപ്പൊ അതെ, അങ്ങനെയുള്ളവരും ഇതിന് അടിമപ്പെട്ട് പോകുന്നുണ്ട്, ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും. അവരുടെ ഫിസിക്കൽ, അവരുടെ എക്സസൈസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഇവിടെ പിന്നെ എന്റെ അമ്മ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ വീട്ടിലുള്ളവരെ തന്നെ എക്സാമ്പിൾ പറയണല്ലേ നല്ലതെന്ന് വെച്ചിട്ടാ. അപ്പൊ അത് എന്റെ ഞാൻ ഈ മദറിലും ഉണ്ട്, വർക്കിനൊക്കെ ഇരിക്കുമ്പോ മദറിലോ ഉണ്ടല്ലോ, ഉണ്ട്, എന്റെ ഞാൻ ഈ മദറിലോ വർക്കിനൊക്കെ ഉണ്ട്, ഇരിക്കുമ്പോ അമ്മ ഇരുന്ന് ഫാദറിലോ സിനിമ കാണും ഉണ്ട്. രാത്രിയൊക്കെ, എന്നിട്ട് ഉറക്കില്ല. അതെ പറഞ്ഞോളൂ അതെ, പറഞ്ഞോളൂ. കാരണം കൊറോണയുടെ സമയത്താണ് നെറ്റ് കണക്ഷൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എടുക്കുന്നത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തത്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വന്നപ്പോഴും ഫാദറിലോ പറഞ്ഞത് അതെന്തായാലും കണക്ഷൻ എടുത്തതല്ലേ, അതിനി ഡിസ്കണക്ട് ചെയ്യണ്ടാന്ന്. കാരണം അതിൽ രസം പിടിച്ചുപോയി ഇത് ഫുൾ ടൈം അതെ ഇതിലിരുന്ന് അതെ, കാണുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് ശരിക്കും പറഞ്ഞാല്. പിന്നെ എന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ 2-3 hours ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ യെസ്. ചിലപ്പോ എന്റെ ഫോണിലേക്ക് കോൾ വരും, ചിലർക്ക് എന്റെ നമ്പർ അറിയാം, എന്നാലും പുള്ളി എടുക്കില്ല. പുള്ളി പറയും ഈ സമയത്ത് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞേക്ക്. ആ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണം. റെസ്ട്രിക്ട് ചെയ്യാതെ നമുക്ക് ആരുടെയും ലൈഫ്, കാരണം ഇതും കൊണ്ട് ഇത്രയും മണിക്കൂർ ജോലി കഴിഞ്ഞ് വരുന്നു, പിന്നീട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഈ ഫോൺ വിളിക്കുന്നത്. അവര് ചിന്തിക്കുന്നില്ലല്ലോ മറ്റേ അതെ അതെ സമയം വൈകിന്നോ അങ്ങനെയൊക്കെ. അതെ കാരണം ഈ അതെ, ഫോണിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ സൈഡിലിരിക്കുന്ന വ്യക്തി ഏത് സന്ദർഭത്തിലാണെന്നോ അങ്ങേര് ഉറങ്ങുകയാണോ യാത്രയിലാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ തോന്നുമ്പം നമ്മുടെ സൗകര്യത്തിന് നമ്മൾ നമ്പർ ഞെക്കി വിളിക്കുകയാണ്. അപ്പൊ യെസ്. അതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളത് സൗകര്യം ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലേ നമുക്ക് ഇത് കുറെ റിസ്ട്രിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളുടെ മുന്നില് നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയാ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതിന് മുന്നേ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോൺ കുറച്ച് അതെ സമയം അതെ, വലിയൊരു ഉപയോഗിക്കാതിരിക്കണം. കാര്യമാണത്. ആ. കറക്റ്റ് ആണ്. നമ്മള് കാരണം ഫോൺ കുട്ടികളോട് നമ്മൾ നോക്കിയിരുന്നിട്ടാണ്. യൂസ് ചെയ്തിട്ട് അവരോട് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ അത് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതില് കുറെ പ്രശ്നങ്ങള്. യെസ്. ഒരു മിനിറ്റ് മാം, 9:30 ഓക്കെ വരെ അല്ല, ഓക്കെ, നമുക്ക് താങ്ക് യു താങ്ക് യു. കുറച്ചും കൂടെ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഡിസ്കഷൻ വന്നപ്പോ അങ്ങനെ ഇരുന്നതാണ്. ഓക്കെ.
ഓക്കെ, നമുക്ക് എന്നാ ബാക്കി ടോപ്പിക്കും കൂടെ കവർ ചെയ്യാം, എന്നിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. എനിക്ക് വോയിസ് ലോ ആയിട്ട് കേൾക്കുന്നേ. ഒരു മിനിറ്റ്. ഞാന് ഇതിലിപ്പോ ശുഭാംഗൻ സാറിനെ അഡ്മിൻ ആക്കി ലീവ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. ജസ്റ്റ് ഒരു 3 ഡോട്ട് ഉണ്ടാവും ആ സൈഡിൽ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ സാർ, എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കി തരാമോ? ആ സൈഡിൽ ഉണ്ടാവും, എന്റെ ഇതിന്റെ സൈഡിലേക്ക് ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. ഓക്കെ, തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത്, ഇപ്പൊ ലക്ഷ്മി മാം പറഞ്ഞതൊക്കെ കുറെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴേക്കും എപ്പോഴും കാണുന്നതാണ്. എന്റെ അമ്മയും ഈ പറഞ്ഞ പോലെ ഫോണൊക്കെ നെറ്റ് നോക്കി കിടക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ തന്നെ പിന്നെ റിയലൈസ് ചെയ്തു ഉറക്കം വരാത്തതിന് റീസൺ അതാന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അതാണ്, നമ്മളിങ്ങനെ സ്ഥിരം ഒരു ഹാബിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വന്നു കഴിഞ്ഞാല് സബ്മിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തെറാപ്പി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വരാണെങ്കിൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണ് മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് അവരെ പഠിപ്പിക്കുക. അതിൽ ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. ഗ്രൗണ്ടിങ് ടെക്നിക്കുകള്, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ ജേർണലിംഗ്, ദെൻ കമ്പൾസറി ചെക്ക് ഇൻ സ്റ്റോപ്പ് ചെയ്യുക, തോട്ട് ലേബലിംഗ് തുടങ്ങിയ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് അവരെ ചെയ്യിക്കാം. പിന്നെ ഡിജിറ്റൽ ഹൈജീൻ പ്ലാൻസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൺ ഫ്രീ ടൈം സെറ്റ് ചെയ്യുക. ഫാമിലിയിലോട്ട് വരുമ്പോഴേക്കും ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ നമ്മൾ ആരും ഫോൺ യൂസ് ചെയ്യില്ല. അത് ഫുഡ് കഴിക്കുന്ന സമയമാവാം, അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈം പീരീഡ് ആവാം. എന്തെങ്കിലും ഒരു സമയം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇമോഷൻസിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ആളുകൾക്ക്, അല്ലെ, ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇമോഷണൽ ഫോക്കസ്ഡ് തെറാപ്പി നമുക്ക് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ടാവും റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്തപ്പോ, അവിടെ നമുക്ക് CBT യൂസ് ചെയ്യാം. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിപ്പിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മള് ഒരേ കാര്യം 2 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടും പറയാം, ഒന്ന് നമ്മുടെ ആവശ്യമാണെന്നുള്ള രീതിയിലും പറയാം. അതായത് നിങ്ങൾ ഏതൊരു ഫോൺ നോക്കിയിരിക്കുകയാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്നതിന് പകരം, ഫോൺ നോക്കിയിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെന്നും എനിക്ക് ഇതായിരുന്നു ആവശ്യമെന്നും നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു നീഡാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ. എനിക്ക് എന്ത് വേണം എന്നാണ് ഞാൻ പറയുന്നത്. അവരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, അവരുടെ മിസ്റ്റേക്സ് എടുത്തിടുന്നില്ല. പക്ഷെ നമ്മുടെ നീഡ് എന്താണോ അത് തുറന്ന് പറയാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കാം. അപ്പൊ CBT, EFT, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദെൻ ഫോണിന് ഒരു നിശ്ചിത സമയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബെറ്റർ ആവും. ഇപ്പൊ കപ്പിൾസിന്റെ ഇടയിലാണെങ്കിലും ഒരു റൂൾ ഉണ്ടാക്കാം. ഇപ്പൊ നൈറ്റ് കിടക്കാൻ പോവാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ ഫോണും കമഴ്ത്തി വെക്കാം ഒരു സ്പോട്ടില്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ ഫ്രീ ആയിട്ട് വെക്കാം. ദെൻ ആക്റ്റീവ് ലിസണിങ് ഉണ്ടായിരിക്കുക. ഫോൺ മാറ്റി വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യിക്കണം കേട്ടോ. നമ്മുടെ മുന്നിൽ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിക്കണം ആദ്യം. അല്ലാതെ നമ്മൾ പറഞ്ഞു വിടാണ്ട് നിങ്ങൾ ഫോൺ മാറ്റി വെച്ചിട്ട് ദിവസവും 10 മിനിറ്റ് സംസാരിക്കണേന്ന്. അതിന് പകരം നമ്മുടെ ഇടയിൽ ഇരുത്തി ആദ്യം അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ഇന്ററപ്റ്റ് ആവുന്നുണ്ടോ, ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം വീണ്ടും അവരെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വിടുക. അപ്പൊ ആക്റ്റീവ് ലിസണിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യിക്കാം. ഡിജിറ്റൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം. ഈ ഡിജിറ്റൽ വെൽബീയിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇത് ഫോണിലായതുകൊണ്ട് നമ്മൾ വീണ്ടും പോയി ഓൺ ആക്കും. പക്ഷെ മാക്സിമം ആ ടെൻഡൻസി കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെയൊക്കെ സഹായിക്കും. ഫോൺ മാറ്റി വെക്കുന്നതും 2 പേരും ഒന്നിച്ച് തീരുമാനം എടുക്കുന്നതും എല്ലാം നമുക്ക് അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഇമോഷണൽ ഇന്റിമസി കൂട്ടുക. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് കൊടുക്കുക. പരസ്പരം എന്താ പറയാ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെക്കിങ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ കൊടുക്കുക. ഫിസിക്കൽ ക്ലോസ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ പറയാം. ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഡീപ്പ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. ഒരു ലൈഫ് ലോങ് ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് ഉണ്ട് അവർക്കിടയിൽ. അപ്പൊ ഒരു വീക്കിൽ ഒരു ആക്ടിവിറ്റി ആണ്, ഒരു ഡീപ്പ് കോൺവെർസേഷൻ അവരൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുക. ദെൻ ഓരോ ആഴ്ചയിലും ഈ ഫോണിന്റെ അളവ് കുറയ്ക്കാനുള്ള ചലഞ്ചുകൾ, ആക്ടിവിറ്റീസ് കൊടുത്തു വിടാം.
അങ്ങനെ അവരുടെ ഇമോഷണൽ ഇന്റിമസി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഒരുപാട് ടെക്നിക്കിലേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ സമയം കുറവായതുകൊണ്ട്. ദെൻ അപ്പൊ നമ്മൾ നോർമലൈസ് ചെയ്യാം, മോറലൈസ് ചെയ്യാൻ പറ്റുന്നത് അവരെ നമ്മൾ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കരുത് കേട്ടോ. ഫോൺ യൂസ് ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നത് മോശമാണ്, ഇത് അങ്ങനെ ഒരു മോറൽ പോലീസിങ് വഴിയൊന്നും നമ്മൾ പോകണ്ട. ഇത് നോർമൽ ആണെന്നും ഇതൊരു ഗോൾ സെറ്റ് ചെയ്ത് മാറ്റണമെന്നും നിങ്ങളുടെ ബിഹേവിയറിലല്ല പ്രശ്നം, അതുകൊണ്ട് ഉണ്ടാവുന്ന ഇമോഷണൽ ഇമ്പാക്റ്റിലാണ് പ്രശ്നം എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യരുത്. നമുക്കറിയാം അവർ തെറ്റാണ്, അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യരുത്. കാരണം നമ്മൾ കൗൺസിലിംഗ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബ്ലെയിമിങ്. എന്തുണ്ടെങ്കിലും ബ്ലെയിം ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഇതൊക്കെ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴാണ്. പാരന്റിങ്ങിലോട്ട് വരുമ്പോഴാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ട് കുട്ടികളോട് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, പാരന്റ്സ് ഈ ഫോണിലാണ്. അപ്പൊ അത് കാണുന്ന മക്കളും എന്തിൽ തന്നെ ഇരിക്കുള്ളൂ, ഫോണിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ അവിടെ നോക്കിയൊരു ഫാമിലിക്കിടയിൽ എന്ത് കണക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? ഒരു കണക്ഷനും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ പാരന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റിങ് പ്രോപ്പർ അല്ലാതെ വരും. പാരന്റൽ ഫബ്ബിംഗ് എന്ന് പറഞ്ഞാല് പാരന്റിങ് പ്രോപ്പർ അല്ലാതെ വരും. ഇത് എവിടെ വേണമെങ്കിലും ബാധിക്കും. കുട്ടികളുടെ ഇമോഷണൽ ഏരിയയില്, അവരുടെ ബിഹേവിയറില്, പാരന്റും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പില് എല്ലായിടത്തും ഈ ഫോൺ യൂസ് ഒരു ഫാക്ടറായിട്ട് കയറി വരും എന്നുള്ളതാണ്. ഇപ്പൊ കെയർ ഗീവർ കുട്ടിയുടെ ഒരു ഇമോഷനോട്ട് കണക്ട് ആവില്ല. ഇപ്പൊ കുട്ടി കാര്യമായിട്ട് ഒരു കാര്യം വന്ന് പറയാണ്, പാരന്റ് സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുഡ് കഴിക്കുന്ന സമയത്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ, കുട്ടിയുടെ പ്ലേ ടൈമിലും സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു അമ്മയും കുട്ടിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുക? എന്നോടൊക്കെ പല പാരന്റ്സ് പറയും, ഇവരെപ്പോഴും ഒരു കണക്ഷനും ഇല്ല ഞാനുമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ആദ്യം കൊടുക്കണം കുട്ടികൾക്ക്, അല്ലെ? അത് ഫോൺ യൂസ് കൊണ്ട് മാത്രമല്ല, അവര് കാര്യങ്ങൾ പറയാൻ വരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡോളസെന്റ് ആകുമ്പോഴും അതേ ഇന്ററാക്ഷൻ നിലനിൽക്കും. പാരന്റ്സോട് എത്രയോ സമാധാനപരമായിട്ട് എല്ലാം തുറന്നു പറയുന്ന അഡോളസെൻസിനെ എനിക്കറിയാം. നമ്മളൊക്കെ പറയാം അഡോളസെൻസ് പാരന്റായിട്ട് ഒന്നും ഇന്ററാക്ട് ഇല്ലാന്ന്, പക്ഷെ ആ സ്പേസ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോ ഫോൺ നോക്കി കുട്ടികൾക്ക് ആ സ്പേസ് കൊടുക്കാതിരുന്നാൽ അവർക്ക് നമ്മളോടൊരു സ്നേഹവും ഉണ്ടാവില്ല, അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അവരുടെ സെൽഫ് വർത്തും സെക്യൂരിറ്റിയും ഒക്കെ അവർക്ക് എന്ന് വരും, ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഒരു പാരന്റൽ അറ്റൻഷൻ ഉണ്ടല്ലോ, ലവ്, സെക്യൂരിറ്റി, സെൽഫ് വർത്ത് എന്നുള്ള കാര്യങ്ങള്, ദെൻ അവരുടെ ഡെവലപ്മെന്റൽ ഫൗണ്ടേഷനിൽ ഇമോഷണൽ ഗ്യാപ്പുകൾ വരാം, ഇതൊക്കെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അത് മെയിൻ ആയിട്ടും കോഗ്നിറ്റീവില് കുട്ടികളുടെ അറ്റൻഷൻ സ്പാന് കുറയും. നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞ കാര്യമാണല്ലേ, കുട്ടികളുടെ അറ്റൻഷൻ സ്പാന് കുറയും എന്നുള്ളതാണ്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുറയും. ദെൻ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്, ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ഇമോഷൻസ് ഹൈ ആയിരിക്കും, ഹൈ ഇറിറ്റേഷൻ, ലോൺലിനെസ് ഫീലിംഗ്, ഇതൊക്കെ ഹൈ ആയിട്ട് വരും. നമുക്കറിയാലോ, ഒരുപാട് ഇറിറ്റബിലിറ്റി, ഒരുപാട് ആങ്ഷ്യസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആങ്സൈറ്റി പോലെയുള്ള ഇഷ്യൂസ് വരും. ലോൺലിനെസ് കൂടിക്കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളും മൂഡ് ഡിസോർഡേഴ്സിലും ആങ്സൈറ്റി ഡിസോർഡേഴ്സിലും കൊണ്ടെത്തിക്കും. ദെൻ സമൂഹത്തിലും അവർക്ക് ഒരാളോട് എമ്പതി ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ കുട്ടി ദേഷ്യം വരുമ്പോൾ ആൾക്കാരെ കുത്താൻ വരെ ഫീൽ ചെയ്യുന്ന പറഞ്ഞത്, അവന്റെ ഉള്ളിൽ ആ ഒരു എമ്പതി വരുന്നില്ല, അല്ലെ? മറ്റൊരാൾക്ക് വേദനിക്കുന്നോ, അല്ലെങ്കിൽ അവരുടെ സ്പേസിൽ നമ്മളാണെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നോ, അത് വരുന്നില്ല. ഈവൻ പിയർ ഗ്രൂപ്പിനോട് ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു അഡോളസെൻസ് ഒക്കെ എത്തുമ്പോൾ അവരിൽ കണ്ടക്ട് ഡിസോർഡർ ആയിട്ട് മാറും അത്. ദെൻ ബിഹേവിയർ ഔട്ട്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരന്റ്സ് ഫോൺ നോക്കിയിരിക്കുന്ന പാരന്റ് ആണെങ്കിൽ കുട്ടികള് ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കാണിക്കും, തന്ത്രംസ് കൂടുതലായിരിക്കും, എന്ത് പറഞ്ഞാലും എതിർക്കുന്ന ബിഹേവിയർ കൂടുതലായിരിക്കും. ഇനി ചില കുട്ടികള് നേരെ തിരിച്ച് ഒരു ക്വയറ്റ് ആയിട്ട് മാറിപ്പോകും, ഒന്നും മിണ്ടാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടുന്ന ഒരു വിഡ്രോവൽ ബിഹേവിയറിലേക്ക് പോകും. ഒരു കുട്ടികൾ ഇങ്ങനെയാണെങ്കിൽ വേറൊരു വിഭാഗം ഇങ്ങനെയായിരിക്കും പോവാം. ദെൻ കോമ്പറ്റീഷൻ ഉണ്ടാവും കുട്ടികളുടെ ഉള്ളിൽ, റിഗ്രഷൻ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ബിഹേവിയറിൽ മാറ്റും. അപ്പൊ നമുക്ക് ശരിക്കും കുട്ടികൾക്ക് ഈ പ്രായത്തിൽ വേണ്ടത് എന്താ? സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്, അല്ലെ? അവർക്ക് വേണ്ടത് വാംതാണ്, റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പാരന്റിനെയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് അവരോട് എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു പാരന്റിനെയാണ് അവർക്ക് ആവശ്യം. പക്ഷേ പാരന്റ് ഫബ്ബിങ്ങിലാണെങ്കിൽ
കുട്ടികൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. പാരന്റ് അവിടെ ഉണ്ടോ ചോദിച്ചാൽ പാരന്റ് ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടി അവൈലബിൾ ആണോ? അല്ല. അപ്പൊ കുട്ടികൾ ആകെ കൺസിസ്റ്റന്റ് ആവും. ഇവിടെ കുട്ടികളുടെ ഉള്ളിൽ ആങ്ഷ്യസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് പാറ്റേൺ വരും. ആങ്ഷ്യസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് പാറ്റേൺ വന്നാൽ കല്യാണം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവൾ വളർന്നു വരുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൂ. അവർ അവോയ്ഡ് ചെയ്യും, ഫോൺ നോക്കും, അല്ലെ? പ്രശ്നങ്ങളെ മറികടക്കാൻ അവർക്ക് ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു രീതിയിലോട്ട് അവർ വളർന്നു വരും. റിയൽ ലൈഫിലെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റാതെ വരും. മീനിങ് കോൺവെർസേഷൻ ഉണ്ടാവില്ല, ഇമോഷണൽ വാലിഡേഷൻ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കാൻ അവർക്ക് അറിയില്ല. അഡോളസെൻസിലാണെങ്കിലോ, ചെറിയ കുട്ടികളാണെങ്കിൽ അതൊരു വിഷമമായിട്ടോ തന്ത്രംസ് ആയിട്ടോ വാശി ബഹളം ദേഷ്യം ഒക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ അഡോളസെൻസിലോട്ട് വരുമ്പോഴേക്കും കുട്ടികൾ അത് പെർസീവ് ചെയ്യുന്നത് ഡിസ്റെസ്പെക്ട് ആയിട്ടാ, ഇൻസൾട്ട് ആയിട്ടാണ്. അവർ പിന്നെ പാരന്റ്സിനെ ട്രസ്റ്റ് ചെയ്യില്ല. കുറേ കാര്യം പാരന്റ്സിൽ നിന്ന് ഒളിപ്പിച്ചു പിടിക്കും. സീക്രസി ലെവൽ കൂടും. അവരും ഇതേ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യും. ഒപ്പോസിഷണൽ ബിഹേവിയർ, ഒപ്പോസിഷണൽ ഡെഫിയൻ ഡിസോർഡറിലോട്ട് പോകും. ഡിജിറ്റൽ ഡിപ്പെൻഡൻസി കൂടും. കുട്ടികളിൽ തന്ത്രത്തിലും വാശിയിലും ബഹളത്തിലും ഒക്കെ നിൽക്കുന്ന സാധനം അഡോളസെൻസിലോട്ട് എത്തുമ്പോഴേക്കും കുറച്ചും കൂടി സിവിയർ ഫോമിലോട്ട് മാറുകയും ഈവൻ ഡിസോർഡേഴ്സിലോട്ട് വരെ പോകുന്ന, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലോട്ടൊക്കെ പോകുന്ന ഒരു കണ്ടീഷനിൽ എത്തും എന്നുള്ളതാണ്. കാരണം കുട്ടികൾ കാണുന്നത് എന്താണോ അവർ അതേപോലെ മിറർ ചെയ്യും. നമ്മൾ പറയില്ലേ, പാരന്റ്സ് എന്ത് ചെയ്യുന്നു അത് കുട്ടികളെ മിറർ ചെയ്യും. പാരന്റ്സ് സ്ട്രെസ് അനുഭവിച്ചോ ആ ഡിസ്ട്രെസ് അവര് കണ്ടേജിയസ് ആണ് അവരുടെ ഉള്ളിലോട്ട്. ഇതെല്ലാം വരും. അപ്പൊ അവരുടെ കോൺസ്റ്റന്റ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഫോണിലോട്ടും, അതായത് പ്രൈമറി ഫാക്ടർ അവർക്ക് ഫോണായിരിക്കും. രണ്ടാമതേ റിലേഷൻഷിപ്പ് വരും. ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക, ഒരു ഓപ്ഷൻ പോലെയേ കണക്കാക്കുള്ളൂ. അവർക്ക് ഇമോഷണൽ പ്രസൻസ് ഉണ്ടാവില്ല, ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാവില്ല. കാരണം അത് ആരെ പഠിപ്പിച്ചു കൊടുത്തത്? നമ്മൾ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന ആ ഒരു അഡോളസെൻസ് എന്ന് പറയുമ്പോഴേക്കും അവര് ആ രീതിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ പെരുമാറുക. അപ്പൊ നമ്മൾ എന്നിട്ട് അവരെ ബ്ലെയിം ചെയ്യും. എന്നോടൊക്കെ എത്രയോ പാരന്റ്സ് വന്ന് പറയുന്ന കാര്യമാണ്, ഫോൺ നോക്കിയിരിക്കുകയാണ്. ഈ നോക്കുന്ന പാരന്റ്സ് ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടു, അതേപോലെ സ്റ്റാറ്റസ് ഇട്ടിട്ടും ബ്ലെയിം. അവരങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ സന്തോഷമായിട്ട് അവർ കണക്കാക്കി ചെയ്യുന്നത് ഈ ഫോൺ യൂസ് ആണ്. അതാണ് കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളെ കംപ്ലീറ്റ് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാം, സ്റ്റാറ്റസ് ഇടാം, അതൊന്നും തെറ്റല്ല. പക്ഷേ അത് കൂടാതെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൂടെ സമയം കണ്ടെത്തണം. അത് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. ഞാനും ചെയ്യാറുണ്ട്, ഞാനും പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാനും സ്റ്റാറ്റസ് ഇടാറുണ്ട്. പക്ഷെ അത് തെറ്റല്ല. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ അതിന് സമയം കൊടുക്കണം. വല്ലപ്പോഴും ഞങ്ങൾ കാണുന്ന എന്റെ ഹസ്ബൻഡ് വരുന്ന ദിവസം, അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പോകുന്ന ദിവസം ഞാൻ ഇങ്ങനെ ഫോണിൽ വീഡിയോസ് ഇട്ട് ഫോൺ നോക്കി മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകാം? അല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് വരുമ്പോഴേ ഫോൺ നോക്കി, അതും കഴിഞ്ഞ് ഫോണില് ഉറങ്ങുമ്പോഴും ഫോണിലാണെങ്കിൽ എന്റെ വീട്ടുകാരായിട്ട് എനിക്ക് എന്ത് കണക്ഷനാണ് ഉണ്ടാവുക? സോ നമുക്ക് ഫോൺ നോക്കുന്നത് ഒരു തെറ്റല്ല. അതിന്റെ ഒപ്പം നമ്മുടെ റിലേഷൻഷിപ്സിന് വേണ്ട ഒരു ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ സ്ട്രെസ്സിലാണെങ്കിലും കുറച്ച് ടൈം എന്നുള്ളത് മാറ്റിവെക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ക്വാളിറ്റി ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും. അത് എന്നോട് എല്ലാവരും പറഞ്ഞു, എവിടെ ഇതിനൊക്കെ സമയം? നമ്മൾ വിചാരിച്ചാൽ കിട്ടാത്ത സമയമുണ്ട്. എല്ലാ മനുഷ്യനും 24 മണിക്കൂറല്ലേ? എല്ലാ മനുഷ്യനും 24 മണിക്കൂറാണ്. എല്ലാ മനുഷ്യനും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ 10ഉം 14 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുള്ള സമയമുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലും നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു സമയത്ത് കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട്, പക്ഷെ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ നമ്മളൊക്കെ തെറ്റുകൾ പറ്റാം, ഈ കയ്യിൽ നിന്ന് പോവാം. പക്ഷെ അത് റിയലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെ. എന്റെ അനിയത്തിയാണ് അതിൽ ഏറ്റവും പെട്ടുപോയിട്ടുള്ള ഒരാള്. വർക്ക് ചെയ്യുമ്പോൾ അവളിങ്ങനെ ഒരിക്കൽ എന്നോട് ഇങ്ങനെ വന്നിട്ട്, നിനക്ക് ഒന്നിനും സമയമില്ല, നീ ഇപ്പൊ എന്റെ അടുത്ത് ഇതൊക്കെ സംസാരിക്കാറില്ല, എന്റെ കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കാറില്ല, നിനക്ക് എപ്പോഴും വർക്കും ക്ലാസ്സും മാത്രമേ ഉള്ളൂ എന്ന്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു, ശരിയാണ്, കുറവാണ്. പണ്ടത്തെ നമ്മളെ കുട്ടികളായിരിക്കുന്ന പോലത്തെ ഒരു സമയം കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്, മുഴുവനായിട്ടില്ലെങ്കിലും. അവളോട് വരുന്ന സമയത്ത് ഇപ്പൊ അവള് വരുമ്പോ ഞാൻ ക്ലാസ്സിന് കയറാൻ നിൽക്കാം. ആകെ ഒരു 5 മിനിറ്റ് ആണ് കിട്ടി. പക്ഷെ ആ ഗ്യാപ്പിൽ ഞാൻ ചോദിക്കും, എന്താ ഉണ്ടായി, നിന്റെ പ്രോജക്ട് ചെയ്തോ, അത് ചെയ്തോ, ഇത് ചെയ്തോ. 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഇങ്ങ് പോരും.
അത്രയെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അവർക്കൊന്ന് ഫീൽ ചെയ്യണമല്ലോ, നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അത്രയും മതി. നമ്മുടെ തിരക്കും കാര്യങ്ങളും അപ്പൊ അവർക്ക് മനസ്സിലാവും. ഞാൻ ഇടയ്ക്കുള്ളവരോട് പറയും, നിനക്ക് അറിയില്ലേ, എനിക്ക് രാത്രി അവള് വരുമ്പോഴേക്കും ഞാൻ ക്ലാസ്സിൽ കയറുന്ന ഒരു സമയമാവും. എന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവള് ചിലപ്പോൾ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ അവള് ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഇതൊരു സൈക്കിളാണ്. അപ്പം നമുക്ക് അവിടെ ആ പറ്റുന്ന ദിവസങ്ങളിൽ, ഇപ്പൊ ചില സൺഡേസ് ഞാൻ അവളെയും കൊണ്ട് പുറത്തു പോകും, അല്ലെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ കൂടുതൽ സമയം ഇരിക്കും. അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ചെയ്യണം എന്നല്ല, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും ഒരു മനുഷ്യനും പറ്റില്ല. ഡെയിലി ഞാൻ 10 മിനിറ്റ് ഫാമിലിക്ക് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ഡെയിലി അരമണിക്കൂർ മാറ്റി വയ്ക്കും. അത് ആർക്കും പോസിബിൾ അല്ല. ഈ പറയുന്നത് എനിക്ക് പോസിബിൾ അല്ല. കാരണം നമുക്ക് വർക്ക് ഉണ്ട്, വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പറ്റുന്ന ദിവസങ്ങളിൽ പറ്റുന്ന പോലെ വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ കുറച്ചെങ്കിൽ കുറച്ച് എന്നുള്ള രീതിയിൽ ഒരു എഫേർട്ട് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ ഈവൻ പാരന്റ്സ് കുറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളായിട്ട് വരുമ്പോഴേക്കും ഞാൻ അഡോളസൻസിന്റെ കേസുകൾ ഒരു 1 ഇയർ മുന്നേ സ്കൂളിൽ പോയി കേട്ടുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾ മന്ത്ലി സ്കൂളിൽ പോകുമ്പോൾ എത്ര കുട്ടികളുടെ പ്രശ്നങ്ങളാണ് കേൾക്കുന്നതെന്നറിയോ? നമുക്കൊരു പോയിന്റിൽ തോന്നും എനിക്കിത് കേട്ട് മതിയായി. കാരണം നമുക്ക് പാരന്റ്സിനോട് ചില സമയത്ത് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ അറിയാതെ തോന്നി തുടങ്ങി. അത് അവരുടെ തെറ്റല്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ആ ഒരു മൊമെന്റ് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഇപ്പൊ സ്കൂളുകളിൽ പോവാറില്ല. ഞാൻ എന്റെ അടുത്ത് വരുന്ന കേസ് മാത്രം എടുത്തു പോവാം. ആസ് എ സൈക്കോളജിസ്റ്റ് അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും എന്തോരം കുട്ടികളാണ് നെഗ്ലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത് റെസ്പോൺസിബിലിറ്റി ആണ് പാരന്റിങ് എന്ന് പറയുന്നത്. ആ റെസ്പോൺസിബിലിറ്റി, നമ്മളൊരു ജോബിനോട് നമ്മൾ എത്ര റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നോ ആ ഒരു റെസ്പോൺസിബിലിറ്റി കുട്ടികളുടെ കാര്യത്തിൽ വേണം. അവര് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, കേൾക്കാനുള്ള സമയം അവർക്കില്ല, ഞങ്ങൾ പറയണത് എന്താന്ന് മനസ്സിലാക്കുന്നില്ല, ഇനി പറഞ്ഞാൽ തന്നെ അതിന് നിസ്സാരമായിട്ട് കാണും. അപ്പൊ നമുക്ക് വിഷമാവും, പിന്നെ നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പോവില്ല. മെജോറിറ്റി കുട്ടികളും പറയുന്ന ഒരു സെന്റൻസ് ആണിത്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ഫോൺ യൂസിന്റെ ഇടയിൽ നെഗ്ലക്ട് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അത് മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എല്ലാ വീട്ടിലൊന്നും എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ചില ഫാമിലീസ് 2 പാരന്റ്സും ഒന്നും ജോലിക്ക് പോകുന്ന കേസില്ല. ചിലപ്പോൾ ഒരു പാരന്റ് ആയിരിക്കും പോകും. ഒരു പാരന്റ് വീട്ടിലുണ്ടാവും, എന്നിട്ടും ആ കുട്ടിക്ക് വേണ്ട കെയർ കിട്ടുന്നില്ല. ഇപ്പൊ 2 പാരന്റും ജോബിന് പോയി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു റീസൺ ഉണ്ട് അല്ലെ, അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളൊരു റീസൺ എങ്കിലും കണ്ടെത്താൻ പറ്റും. ഇത് അങ്ങനെയൊന്നുമില്ല. ഫിനാൻഷ്യലി ഹൈ ആയിരിക്കും, അവര് സുഖമായിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരിക്കും, അവർക്കൊരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. കാര്യമായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളും ബിസിനസ് ഒക്കെ ഉണ്ടാവാം. എന്നാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലിയിൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആയിട്ട് പോലും കുട്ടികളെ നെഗ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു ഫാക്ടർ ഫോണാണ്. രണ്ടാമത്തെ ഫാക്ടർ കുട്ടികളുടെ വഴിക്ക് വിട്ട് അവർ അവരുടെ കാര്യം മാത്രം നോക്കുന്ന പാരന്റ്സ് ഉണ്ട്. പിന്നെ സോഷ്യൽ വാലിഡേഷന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീച്ചറൊക്കെ ഉണ്ട്, പിന്നെ മക്കള് ഫുൾ മാർക്ക് വാങ്ങിക്കണം, ഫുൾ A+ വാങ്ങിക്കണം എന്നുള്ള മൈൻഡിൽ പോകുന്നതും. അപ്പോ അഡോളസൻസ് നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ അതില് ഈ ഫബ്ബിങ്ങും കയറി വരുന്നുണ്ട്. അഡോളസൻസ് ഇഷ്യൂസ് പറഞ്ഞാൽ തീരില്ല, നമുക്ക് എന്തായാലും ഇതൊന്നും എൻഡ് ചെയ്യാം. ഓക്കെ, ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പാരന്റ്സിന് ഞാനിവിടെ പാരന്റ്സിനെ ആരും ബ്ലെയിം ചെയ്യുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ആ ഒരു ക്വാളിറ്റി ടൈമിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വർക്ക് ഉണ്ടാവും, തിരക്കുണ്ടാവും, നിങ്ങളുടേതായ സ്ട്രെസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിന്റെയൊക്കെ ഇടയിൽ നമ്മൾ ഏറ്റവും ലെസ് പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം കുട്ടികളുടെ ഇമോഷനാണ്. അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ബാക്കി എല്ലാത്തിനും ഒരു സമയം കൊടുക്കുന്ന പോലെ കുട്ടികൾക്കായിട്ട് ഒരു ക്വാളിറ്റി ടൈം മാറ്റി വെക്കുക. അത് എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു സമയത്തെങ്കിലും കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അവരുടെ ഡെവലപ്മെന്റൽ നീഡ് ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഓരോ നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഇപ്പൊ ഒരു സ്കൂൾ ഗോയിങ് ഏജിലൊക്കെ അവരെ സംബന്ധിച്ച് പ്ലേ ടൈം ആണ് അവരുടെ ഒരു വലിയ നീഡ് എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ്, അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോട്ടെ, അവന്റെ കൂടെ കളിക്കാൻ പോട്ടെ, ഇവന്റെ കൂടെ കളിക്കാൻ പോട്ടെ, ഇങ്ങനത്തെ ഒരു ഏജ് ആയിരിക്കും. ഇവിടെ അഡോളസൻസ് എത്തുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻസി, ഓട്ടോണമി ആയിരിക്കും. പക്ഷെ അതേപോലെ അവർക്ക് ഗൈഡൻസും വേണം. അപ്പൊ ഓരോ പ്രായത്തിലും അവരുടെ നീഡ്സ് എന്താന്ന് മനസ്സിലാക്കി അതിന് പ്രാധാന്യം കൊടുക്കുക.
ദെൻ ഇതൊരു സ്ട്രഗിൾ ആണ്. ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ആണ്, ഇന്ന് എല്ലാവർക്കും സംഭവിക്കും. നമ്മൾ ജീവിക്കുന്നതേ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. അത് നോർമൽ ആണെന്നും പക്ഷെ അത് മറികടക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് വാർണിംഗ് സൈൻസ് ആണ്. എപ്പോഴാണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അത്തരം കാര്യങ്ങൾ നോക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ മാറ്റാനുള്ളതാണ്. പാരന്റ്സിനും ഡിജിറ്റൽ ഹൈജീൻ കൊണ്ടുവരണം. ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികളോട് ചെയ്യൂ എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. ഫോൺ ഫ്രീ സോൺസ് ഉണ്ടാക്കാം. മീൽ ടൈം, ബെഡ് ടൈം, പ്ലേ ടൈം തുടങ്ങിയിട്ടുള്ള സമയങ്ങളിലൊക്കെ ഫോൺ ഒഴിവാക്കാം. ഈ റൊട്ടീൻ ചെയ്യുന്ന സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഫോണിൽ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരില്ല, കോൾ വരില്ല. പക്ഷെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് മിസ് കോൾ ആയിട്ട് കിടക്കും, തിരിച്ച് വിളിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ആപ്പിന്റെ ടൈമേഴ്സ്, ഞാൻ നേരത്തെ പോലെ ടൈമർ സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ്, ആവശ്യമില്ലാത്ത ആപ്പുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാം. ആവശ്യമില്ലാത്ത ആപ്പ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾ സ്ഥിരമായിട്ട് നോക്കാത്തവയുണ്ടെങ്കിൽ. ദെൻ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ടിഫിക്കേഷന് ലിമിറ്റ് വെക്കുക. ദെൻ ഫാമിലി ചാർജിങ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിലല്ലാതെ ഒരു പുറത്തൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതോ, ഇനി പുറത്തൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നിച്ച് തൊട്ടടുത്ത് വല്ല പുഴയുണ്ടെങ്കിൽ അതുവരെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം. അതല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് കുറച്ച് വർത്താനം പറയാം, ഒന്നിച്ചിരുന്ന് ഒരു ചായ കുടിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ബെഡ്റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാതെ അങ്ങനത്തെ ആക്ടിവിറ്റീസിലോട്ട് തിരിയാന്നുള്ളതാണ്. കുട്ടികളുമായിട്ട് എൻഗേജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോൺ എടുക്കുന്നതിന് മുന്നേ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഫോൺ എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ ദെൻ എന്തിനായി ഫോൺ എടുക്കണേ, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊന്ന് തിങ്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ എവിടെയൊക്കെയാണ് നിങ്ങൾ ട്രിഗർ ആവുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതിന് നമുക്ക് CBTയും തോട്ട് റെക്കോർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എപ്പോഴൊക്കെയാണ് നമ്മൾ ഫോൺ ചെക്ക് ചെയ്യുന്നത്. സ്ട്രെസ്ഡ് ആകുമ്പോഴാണോ അതോ വെറുതെ റിലാക്സേഷന് വേണ്ടിയിട്ടാണോ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഷോർട്ട് ബ്രീത്ത് എടുത്തിട്ട് ഒരു ബ്രേക്ക് എടുത്ത് അത് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്, ബ്രീത്തിങ് എക്സസൈസുകളും മെഡിറ്റേഷനും ദെൻ തിങ്ക് ബിഫോർ ആക്ടിങ് എന്നുള്ള പ്രോസസ്സും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ മിസ്സായിട്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ, കണക്ഷൻസ് മിസ്സാവും, ഇത് നോർമലാണ്. അത് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് കണക്ഷൻസ് മിസ്സാവുന്നത് നോർമലാണ് ഒരു സമയം കഴിയുമ്പോൾ. പക്ഷെ അത് നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതേ. ഭയങ്കര ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ അതിനെ റിപ്പയർ ചെയ്യാം. തെറ്റ് കണ്ടാൽ അപ്പോളജൈസ് ചെയ്യാം. അതായത് നിങ്ങളെ കുട്ടി പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഫോണിൽ നോക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, അപ്പൊ അവൻ തിരിച്ചു പോയി, അതൊക്കെ പോയിട്ടൊരു സോറി പറയാവുന്നതേ. ഓക്കെ, ഞാൻ വേറൊരു കാര്യത്തിലായിരുന്നു, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാഞ്ഞത്, എന്താ പറഞ്ഞ് ഒന്നും കൂടി പറയോ, ഇനി ഞാൻ കേൾക്കാം, ഇനി ശ്രദ്ധിച്ചോളാം. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാം. വീണ്ടും റീ എൻഗേജ് ചെയ്യാം. ഒരു ടച്ച് കൊടുക്കുക, ഒരു ഐ കോണ്ടാക്ട് കൊടുക്കുക. ഇതൊക്കെ രീതിയിൽ പതിയെ പതിയെ നമുക്ക് ആ കണക്ഷൻസ് ബെറ്റർ ആക്കി വരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദെൻ നമ്മളീ പറഞ്ഞില്ലേ, വീട് എത്തിക്കഴിഞ്ഞ ഉടനെ ഫോൺ നോക്കുന്നതിന് പകരം അവരുമായിട്ടൊരു ടൈം, ഒരു 10 മിനിറ്റ് എങ്കിലും സ്കൂൾ വിട്ട് വന്ന ഉടനെ ഒരു 10 മിനിറ്റ്. ഇനി നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലില്ല, നിങ്ങൾ വർക്കിന് പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ വന്ന സമയത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. ദെൻ ബെഡ് ടൈമിലൊക്കെ ഫോൺ യൂസ് ചെയ്യാം. ഡെയിലി എന്തെങ്കിലും കോൺവെർസേഷനിലോട്ട് വരാം. ദെൻ വീക്കെൻഡിൽ 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ കംപ്ലീറ്റ് ഫോൺ ഇല്ലാതെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് ഒരാൾ മാത്രം ചെയ്താൽ പോരാ. പാരന്റിങ്ങിൽ വരുന്ന വേറൊരു ഇഷ്യൂ ആണ്, ഒരു പാരന്റ് ചെയ്യും മറ്റേ പാരന്റ് ചെയ്യില്ല. അത് ഒഴിവാക്കണം, രണ്ടുപേരും ചെയ്യണം. പാരന്റ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇൻക്ലൂഡഡ് ആണ്. പാരന്റ്സ് രണ്ടുപേരും അത് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാം. ആക്റ്റീവ് ലിസണിങ് കൊണ്ടുവരാം. അവർ പറയുന്ന കാര്യങ്ങളെ റിഫ്ലക്ട് ചെയ്യുക. ഇമോഷൻസിനെ ലേബൽ ചെയ്ത് മാറ്റി വയ്ക്കുക. കൃത്യമായിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ കുട്ടികളൊക്കെ ആണ് ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവർ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ടോക്കൺ എക്കണോമി പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈവൻ അഡോളസൻസിനും പറ്റും. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. ഒന്നിച്ചൊറ്റയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാനോ ഒരു മൂവിക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലും റിവാർഡ് സിസ്റ്റം കണ്ടെത്താം. അപ്പൊ അവർ ആ ഫോൺ യൂസ് കുറയ്ക്കും. അപ്പൊ നമുക്ക് ടോക്കൺ എക്കണോമിയും ഇതിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കാം, CBT യൂസ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് കൊടുക്കാം, ഇമോഷണൽ ഫോക്കസ് ട്രെയിനിങ് കൊടുക്കാം, ബിഹേവിയർ മാനേജ്മെന്റിൽ ടോക്കൺ എക്കണോമി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്വാളിറ്റി ടൈമും കമ്മ്യൂണിക്കേഷനും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും.
ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ലാസ്റ്റ് കുറച്ച് സ്പീഡിൽ പോയി. കുറെ പേരൊക്കെ സമയം വൈകുമ്പോൾ ലീവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും രാത്രിയാണല്ലോ ഡിന്നറും ഒക്കെ കഴിക്കുന്ന സമയമായതുകൊണ്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമ്മൾ ഒരുപാട് ടെക്നിക്കിലേക്ക് പോവാഞ്ഞത് ഈ പറഞ്ഞ പോലെ ടൈം ഇല്ല. നമുക്ക് ഓരോ ഇനി വരുന്ന സെഷൻസിലൊക്കെ ഇതേപോലെ പറ്റുന്ന പോലെയൊക്കെ ടെക്നിക്കുകളും കൂടി കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഇവിടെ ചാറ്റിൽ പറഞ്ഞത് ശരിയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് പല രീതിയിലും പലപ്പോഴും കുട്ടികളെ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ പണത്തിന് പുറകെ ഓടുന്ന ആൾക്കാർ വളരെ കൂടുതലാണ് കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുന്നത്. പണം നമുക്ക് വേണം, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ റിലേഷൻഷിപ്സ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ. Thank you, ma'am. Good night.